السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അറിഞ്ഞ് മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ മലക്കുകൾ സന്തോഷവാർത്ത അറിയിച്ച് സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന സ്വാലിഹികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും ഇക്കാണുന്ന സൗകര്യങ്ങളും നിഅമത്തുകളുമെല്ലാം നൽകിക്കൊണ്ട് ലക്ഷക്കണക്കിന് അല്ല കോടാനുകോടി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് കന്നുകാലികളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരായിക്കൊണ്ട് നമ്മളെ പടച്ചതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. നമ്മളെക്കാൾ ശക്തിയുള്ള അല്ലെങ്കിൽ കാഴ്ചയും കേൾവിയും ഒക്കെയുള്ള ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും നമ്മൾ അവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. കരയും കടലും നമ്മുടെ സാങ്കേതിക ബുദ്ധി കൊണ്ട് നമ്മൾ കീഴ്പ്പെടുത്തി. ഇത്രയൊക്കെ ബുദ്ധിയും കഴിവും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് വെറുതെ അല്ല എന്നർത്ഥം.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, കാഫിറുകളായ നിഷേധികളായ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം. നിഷേധികളായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടാത്ത ആളുകൾ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാത്ത ആളുകൾ, യതമത്തഊന ജീവിതം അങ്ങനെ ആസ്വദിക്കുകയാണ്, വയഅകുലൂന കമാ തഅകുലുൽ അൻആം കന്നുകാലികൾ തിന്നുന്ന പോലെ ഹറാമും ഹലാലുമില്ലാതെ സമ്പാദിക്കുകയും തിന്നുകയും മറ്റുള്ളവന്റെ അവകാശം കവർന്നെടുക്കുകയും ചെയ്ത് ജീവിക്കുന്നു. വന്നാറു മസ്വല്ലഹും അവർക്ക് ചെന്നെത്താനുള്ളത് സങ്കേതം, അത് നരകമാണ്. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചപ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയുണ്ടായി, ഈ ലക്ഷ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്ന്? ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ കളിയായിക്കൊണ്ട് തമാശയായിക്കൊണ്ട് സൃഷ്ടിച്ചതാണോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരില്ല എന്ന്, നമ്മുടെ വീടും നമ്മുടെ പാർപ്പിടവും നമ്മുടെ ഭാര്യയെ നമ്മുടെ ഭർത്താവിനെ ഒക്കെ വിട്ടേച്ചുകൊണ്ട് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങേണ്ടതുണ്ട്. നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നും എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളൊന്ന് വന്ന് ഉമ്മാനെ ഒന്ന് അവസാനമായൊരു നോക്ക് കാണും. ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ് ഒന്ന് കാണും, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ ഒന്ന് കാണും. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഇനി ഇല്ല, എടുത്തോ പൊന്തിച്ചോ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ 6 കാലുള്ള കട്ടിലിൽ ആളുകൾ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി വെക്കുന്ന ഒരു കുഴിമാടമുണ്ട്, അതാണ് നമ്മുടെ വീട്. ആ വീട് സ്വർഗമാവണോ അതല്ല നരകമാവണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും നമ്മുടെ അമലുകൾ കൊണ്ട്, നമ്മുടെ ഈമാൻ കൊണ്ട്. അതുകൊണ്ടാണ് തഖ്വയാണ് എല്ലാം എന്ന്. ഒരു മനുഷ്യൻ കരസ്ഥമാക്കേണ്ട ഏറ്റവും വലിയ വിഭവം ദുനിയാവിലെ സൗകര്യങ്ങളോ സമ്പത്തോ അതേപോലെ തന്നെ ഇവിടെയുള്ള സ്ഥാനമാനങ്ങളോ അല്ല, പ്രിയമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ, തഖ്വയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നിങ്ങൾ എല്ലാവരും കേട്ടവരാണ്. അദ്ദേഹം ഒരു ശ്മശാനത്തിലേക്ക് ചെല്ലുന്നു. ഖറജ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഅ ബഅദി അസ്ഹാബിഹി ഇലൽ മഖ്ബറ, ഒരു ശ്മശാനത്തിലേക്ക്, മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിലേക്ക് കയറി ചെന്നിട്ട്, ഫലമ്മ അഷ്റഫ അലൽ ഖുബൂർ, അങ്ങനെ ഖബറിന്റെ അടുക്കലെത്തിയപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ അഹ്ലൽ ഖുബൂർ അഖ്ബിറൂന അൻകും ഔ നുഖ്ബിറുകും അന്നാ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വർത്താനങ്ങൾ? പള്ളിക്കാട്ടിലേക്ക് ചെന്നതാണ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ. ഒരുപാട് മീസാൻ കല്ലുകളും ഖബറുകളും അവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു അദ്ദേഹം ഖബറാളികളോട്, ഖബറാളികളെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വർത്തമാനങ്ങൾ? വല്ല മറുപടി ഉണ്ടാവൂല. മറുപടി കിട്ടാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങളുടെ വർത്തമാനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞങ്ങളുടെ വർത്തമാനങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അമ്മാ ഖബറു മാ ഇൻദനാ ഫഇന്നൽ മാൽ ഖദ് ഇഖ്തസം, അഥവാ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തെല്ലാം അത് വിഭജിച്ചു കഴിഞ്ഞു. നിങ്ങളുടേതാണ്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി രാവും പകലുമില്ലാതെ വിശ്രമമില്ലാതെ നിങ്ങൾ അധ്വാനിച്ച നിങ്ങളുടെ സമ്പത്തെല്ലാം അത് അണാപ്പായി തീർത്ത് എത്തേണ്ടവരിലേക്ക് എത്തിയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സമ്പത്തുള്ള വാപ്പ മരിച്ച്, ആ മരിച്ച വാപ്പാക്ക് കുറച്ച് കടം ഉണ്ടായിരുന്നു. അയാൾക്ക് സമ്പത്ത് കടം വീട്ടാനുണ്ടായിരുന്നു, കടം വീട്ടിയ ആളുമാണ്. പക്ഷെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയ കുറച്ച് കടം, ഇത് മക്കളോട് വന്ന് പറഞ്ഞപ്പോ അത് വാപ്പാന്റെ കടയില്ല, വാപ്പ വീട്ടേണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവിച്ചതാണ്. അഥവാ ലക്ഷക്കണക്കിന് സമ്പത്തും അതേപോലെ തന്നെ കോടിക്കണക്കിന് വിലയുള്ള പറമ്പും എസ്റ്റേറ്റുകളും ഒക്കെ വിട്ടേച്ച് പോയ ഒരു പിതാവ്
അത് മുറിച്ചെടുത്ത് മക്കൾ കരസ്ഥമാക്കിയിട്ട് നിങ്ങൾ വാപ്പാന്റെ കടം വീട്ടണമെന്ന് പറഞ്ഞപ്പോ മക്കൾ പറഞ്ഞ പ്രതികരണമായിരുന്നത് അത് വാപ്പ വീട്ടേണ്ടിയിരുന്നു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ദീനുള്ള വാപ്പ, കടത്തെ ശ്രദ്ധിച്ച വാപ്പ എന്തുകൊണ്ടോ വിട്ടുപോയതാ. മയ്യത്ത് പള്ളിയിലേക്ക് എടുത്തു സാധാരണ നിലക്ക് പറയാറുണ്ട്, ഈ മയ്യത്തിന് കടമുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും കടം വീട്ടാണ്ടെങ്കിൽ ബാധ്യത വീട്ടാനുള്ളത് നിങ്ങൾ പറയണം, മക്കളോട് പറയണം എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അതിനുശേഷം 4 ദിവസം കഴിഞ്ഞതിന് ശേഷം മക്കൾ വന്ന് പറഞ്ഞപ്പോ മക്കളുടെ വർത്തമാനമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നിങ്ങളുടെ സമ്പത്തെല്ലാം അത് വിഭജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരൊക്കെ വേറെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യമാരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഈ ചോദ്യത്തിന്റെ പൊരുളെന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? അദ്ദേഹം ശ്മശാനത്തിലേക്ക് പോയിക്കൊണ്ട് പെണ്ണുങ്ങളെ വിളിക്കുന്നു, ആണുങ്ങളെ വിളിക്കുന്നു. ശ്മശാനത്തിലുള്ള പെണ്ണുങ്ങളെ, നിങ്ങളുടെ കഥകൾ എന്താണ്? ഞങ്ങളുടെ കഥകൾ പറയാം. നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ മറ്റുള്ള പെണ്ണുങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അടുക്കളകൾ നിങ്ങളുടേതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. വീടുണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ എന്തെല്ലാം സൗകര്യങ്ങളും സെറ്റപ്പുകളും വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഭർത്താവിനോട് പറഞ്ഞ് വീടൊക്കെ എടുത്തത് എഞ്ചിനീയർ ആണെങ്കിലും അടുക്കളയിലെ എഞ്ചിനീയർ നിങ്ങളായിരുന്നു. പക്ഷേ ആ അടുക്കളയിൽ മറ്റൊരു രാജകുമാരി വന്നിട്ടുണ്ട് അല്ലേ? എന്റെ ഭർത്താവ്, എന്റെ വീട്, എന്റെ എല്ലാം എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾ അങ്ങ് മറഞ്ഞു പോയപ്പോ 6 മാസം 1 കൊല്ലം കഴിഞ്ഞു, ചെറിയ മക്കളാണ്. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റൂല, കുട്ടികൾ വലിയ കഷ്ടത്തിലാണ്. കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ച ആളെ പോലും സമൂഹം കല്യാണം കഴിപ്പിക്കും, കല്യാണം കഴിപ്പിക്കുകയും വേണം. പക്ഷേ നിങ്ങൾ അധ്വാനിച്ചത് കൊണ്ട് നിങ്ങൾ പോയി. പക്ഷെ നിങ്ങൾ അധ്വാനിക്കാൻ മറന്നോ ജീവിതത്തിൽ? നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ഭർത്താവിന്റെ കാറിന്റെ സീറ്റിൽ ഭർത്താവിന്റെ ഇടതുവശത്തായിക്കൊണ്ട് നിങ്ങൾ രാജകുമാരിയായി ഇരുന്നിരുന്നു. പക്ഷെ അവിടെ ഇരിക്കാൻ മറ്റൊരു പെണ്ണെത്തിയിട്ടുണ്ട്. ഭർത്താവിന്റെ ബൈക്കിൽ ഒട്ടിച്ചാരിയിരുന്ന് യാത്ര പോകാൻ മറ്റൊരു പെണ്ണ് വന്നിട്ടുണ്ട്. ഇത് സഹോദരന്മാരെ നമ്മുടെയൊക്കെ അവസ്ഥയാണിത്. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്, മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തന്റെ കൂട്ടുകാരന്മാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമാ ലൗ നതഖൂ, ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു മറുപടി പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. പക്ഷെ ആ കബറാളികളെങ്ങാനും സംസാരിക്കുകയാണെങ്കിൽ അവര് പറയുമായിരുന്നു, തസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഓ മനുഷ്യന്മാരെ, ദുനിയാവിന്റെ പിന്നാലെ പോകണ്ട. പെണ്ണുങ്ങളെ, ദുനിയാവിന്റെ പിന്നാലെ പോകണ്ട. ആണുങ്ങളെ, ദുനിയാവ് വഞ്ചിക്കുന്ന ചരക്കാണ്. തസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. തഖ്വ കരസ്ഥമാക്കിക്കോ, തഖ്വയാകുന്ന യാത്ര മുന്നൊരുക്കം നടത്തിക്കോ, അതുകൊണ്ടേ ഇവിടെ കാര്യമുള്ളൂ എന്ന് കബറാളികൾ പറയുമായിരുന്നു. അപ്പൊ സഹോദരന്മാരെ, അവിടെ നമ്മുടെ യഥാർത്ഥ വീടായ ഖബറിലേക്ക്, ആ ഖബറിലേക്കുള്ള വിഭവം തഖ്വയാണ്. ഇത് കരസ്ഥമാക്കാത്ത ദുനിയാവ്, ഇത് കരസ്ഥമാക്കാൻ നമുക്ക് പ്രയാസകരമാകുന്ന, ബിസിയാക്കുന്ന നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, ഭാര്യ, ഭർത്താക്കന്മാർ, ഇതെല്ലാം വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഈ തഖ്വയുള്ള ആളുകൾക്കാണ് ഖൈറുള്ളത്, 2 ലോകത്തും ഖൈറുള്ളത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞു തരികയുണ്ടായി. എന്താണ്? കാലത്തിൽ അൻസാറു ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാറുകളുടെ അവസ്ഥ പറയണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സഹാബി ഉണ്ടായിരുന്നു, ജുലൈബീബ് എന്ന് പറയുന്ന സഹാബി. അദ്ദേഹം കാണാൻ ഒരു വിരൂപനായ സഹാബിയായിരുന്നു അത്രയും. സാമ്പത്തികമായി ഒന്നുമില്ല, നല്ലൊരു വസ്ത്രമില്ല, നുരുമ്പിയ വസ്ത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവനാണ്, പട്ടിണി പാവമാണ്, സ്വന്തത്തിന് തന്നെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു അൻസാരിയോട് പറഞ്ഞു, അൻസാരിയായ ഒരു പിതാവിനോട് പറഞ്ഞു, താങ്കളുടെ മകളെ എനിക്ക് ആവശ്യമുണ്ട്.
അത് കേട്ടപ്പോൾ അൻസാരിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ മകളെ റസൂലുള്ള കല്യാണം കഴിക്കുമെന്നാണല്ലോ പറഞ്ഞത്. വളരെ വലിയ സന്തോഷമായി. കാരണം അൻസാരികളായ പിതാക്കന്മാരും മാതാക്കന്മാരും, അടിവരായിട്ട് മനസ്സിലേക്കൊക്കെ സഹോദരിമാരെ, അൻസാരികളായ പിതാക്കന്മാരും മാതാക്കന്മാരും തങ്ങളുടെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാൽ റസൂലുള്ള അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും കല്യാണം കഴിക്കുമോ എന്ന് ചുളിവിൽ അറിയുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലും ഹദീസിലും കാണാൻ സാധിക്കും. അപ്പൊ ഈ സഹാബി വല്ലാതെ സന്തോഷത്തിലായി. റസൂലുള്ള എന്റെ മോളെ കല്യാണം കഴിക്കുമല്ലോ. അപ്പോ ഈ സന്തോഷം കണ്ടപ്പോ റസൂലുള്ള പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്കിഷ്ടപ്പെട്ട എന്റെ സഹാബിയായ ജുലൈബീബിന് വേണ്ടിയിട്ടാണ് ഞാൻ പെണ്ണന്വേഷിക്കുന്നത്. അത് കേട്ടപ്പോ ആ സഹാബിക്ക് വല്ലാത്ത പ്രയാസമായി. എന്നാൽ ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് മുഷാവറ ചെയ്യട്ടെ, മഷൂറ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഭാര്യയുടെ അടുക്കിലേക്ക് പോയി. ഭാര്യയോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ജുലൈബീബിന് മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല, ജുലൈബീബിന് മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. ഈ സമയത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും സംസാരം ആ സുന്ദരിയായ ദീനുള്ള പെണ്ണ് കേൾക്കുകയാണ്. ഈ പെണ്ണ് ചോദിക്കുകയുണ്ടായി, റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ മുത്തനബി ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ തടുക്കുകയാണോ? അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങൾ തടുക്കുകയാണോ? അതുകൊണ്ട് ഞാൻ ജുലൈബീബിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഒരു യുദ്ധസമയം വന്നു. യുദ്ധസമയത്ത് റസൂലുള്ളാഹിന്റെ പിന്നണി പോരാളിയായിക്കൊണ്ട് ജുലൈബീബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശുഹദാക്കളുടെ ലിസ്റ്റ് എടുക്കുകയാണ്. ലിസ്റ്റ് എടുത്തു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ചോദിച്ചു, ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളിൽ ഒരാളും കൂടി കാണാത്തതുണ്ടല്ലോ? സഹാബികൾ പറഞ്ഞു, എല്ലാവരും ഉണ്ടല്ലോ റസൂല്. അല്ല, ജുലൈബീബിനെ കാണാനില്ല, എന്റെ പ്രിയപ്പെട്ട ജുലൈബീബിനെ കാണാനില്ല. സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പോകൂ, എന്നിട്ട് ഫത്ലുബു, നിങ്ങൾ പോയി അന്വേഷിക്കൂ. ഫവജദൂഹു ഇലാ ജംബി സബ്അത്തിൻ ഖദ് ഖതലഹും സുമ്മ ഖതലൂഹു. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോയ സമയത്ത് 7 കുഫാറുകൾക്ക് ചുറ്റുമായിക്കൊണ്ട് ആ കുഫാറുകളെ ജുലൈബീബ് വധിച്ചിട്ടുണ്ട്. ശേഷം അവർ അദ്ദേഹത്തെ വെട്ടിയതിന്റെ പരിക്കുകൊണ്ട് അദ്ദേഹത്തെ അവരും വധിച്ചിട്ടുണ്ട്. ആ കോലത്തിലേക്ക് എടുക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ള പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഹാദാ മിന്നി വ അന മിൻഹു, ഹാദാ മിന്നി വ അന മിൻഹു. ഞാൻ ജുലൈബീബിന്റേതാണ്, ജുലൈബീബ് എന്റേതുമാണ്. ആ കാണാൻ ഭംഗിയില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണിക്കോലമായ ജുലൈബീബ് എങ്ങനെയാണ് ലോകത്തിന്റെ പ്രവാചകൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റേതാണ് ഈ ബോഡി, എന്റെ ശരീരമാണ്, എന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്? തഖ്വയുടെ ശക്തിയായിരുന്നു പ്രിയമുള്ളവരെ, തഖ്വയുടെ ശക്തിയായിരുന്നു. ജീവിതത്തിൽ നേടിയ, ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ശക്തിയായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സായിദിലേക്ക്, തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്, എന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈയോണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക്, സുമ്മ വദഅഹു ഫീ ഖബരിഹി, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക് എടുത്തു വെക്കുകയാണ്. പൊന്നാര പ്രവാചകനാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടാണ് മാതാപിതാക്കൾ തയ്യാറായത്. ആ പെണ്ണ് തയ്യാറായത്. പെണ്ണ് ഇന്ന് വിധവയാണ്, അൻസാരി പെണ്ണ് വിധവയാണ്. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ കിടത്തിയതിനു ശേഷം ജുലൈബീബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ സുബ്ബ അലൈഹൽ ഖൈറ സുബ്ബാ. ആ പെണ്ണിന്, വിധവയായ ആ പെണ്ണിന് പടച്ച റബ്ബേ കണക്കില്ലാത്ത ഖൈർ നീ വാരിക്കോരി കൊടുക്കണമേ റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു. വലാ തജൽ ഐഷഹാ കദ്ദൻ കദ്ദാ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും റബ്ബേ നീ ഉണ്ടാക്കല്ലേ. എന്നിട്ട് സഹാബികൾ പറയാണ്, അൻസാരി പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടു ഒരു പെണ്ണിനെ, അൻസാരി പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു പെണ്ണിനെ കണ്ടു, ധാരാളം സമ്പത്തുള്ളൊരു പെണ്ണ്, മദീനക്കാർക്ക് മുഴുവൻ വാരിക്കോരി സമ്പത്ത് കൊടുക്കുന്ന ഒരു പെണ്ണ്, അശരണരായ ആളുകളുടെ കണ്ണീരൊപ്പുന്നൊരു പെണ്ണ്, അത് ജുലൈബീബിന്റെ പെണ്ണായിരുന്നു എന്ന് സഹാബത്ത് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയായിരുന്നു അത്, തഖ്വയുടെ പവറായിരുന്നു അത്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, തഖ്വ, ആ തഖ്വ ഉണ്ടെങ്കിൽ 2 ലോകത്തും വിജയിക്കാൻ സാധിക്കും. ഈ തഖ്വയാണ് വേണ്ടത് എന്ന്
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കബറാളികളുടെ അടുക്കൽ പോയിക്കൊണ്ട് തന്റെ സുഹൃത്തുക്കളായ സഹാബികളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ തഖ്വ കരസ്ഥമാക്കാൻ എന്റെ റബ്ബ് കാണും. ആരുമില്ലെങ്കിലും, എന്റെ ഭർത്താവില്ലെങ്കിലും, മാതാപിതാക്കളില്ലെങ്കിലും, എന്റെ മക്കളില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. നാളെ പിറ്റേന്ന് പരലോകത്ത് ഗ്രന്ഥം കയ്യിൽ കിട്ടിയിട്ട് അക്രമിയായ മനുഷ്യൻ വിലപിക്കുകയാണ്, മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. സഹോദരന്മാരെ, എന്തൊരു സെറ്റപ്പാണത്, എന്തൊരു അത്ഭുതമാണത്. താൻ ചെയ്തിട്ടുള്ള ഏതൊരു ചെറിയ അണുമണി തൂക്കം പ്രവർത്തനവും തന്റെ കയ്യിൽ ഇന്ന് ചെറിയൊരു പാം ടോപ്പ് മൊബൈലിൽ എല്ലാ സംവിധാനവും ഉണ്ട്. നമ്മുടെ മുമ്പിൽ നമ്മൾ ചെറുപ്പത്തിലെടുത്ത ഫോട്ടോകൾ, 15 കൊല്ലം മുമ്പ് നമ്മുടെ മക്കളുടെ ഫോട്ടോകൾ, വീഡിയോകൾ, കളികൾ വൃത്തിയായിക്കൊണ്ട് ക്ലിയർ ആയിക്കൊണ്ട് നമ്മൾ കാണുകയാണ്. ഇത് മനുഷ്യന്മാരുടെ സംവിധാനമാണെങ്കിൽ നാളെ അവിടെ അർദുണ്ട്, എക്സിബിഷൻ ഉണ്ട്. നമ്മുടെ ജീവിതം അവിടെ എക്സിബിറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് റബ്ബ് ചോദിക്കും, എടോ ഇതൊക്കെ നീ ചെയ്തതല്ലേ എന്ന് ചോദിക്കും. ഇത് കാണുന്ന സമയത്ത് അക്രമി വിലപിക്കും. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്താണ് മാലി ഹാദൽ ഗ്രന്ഥം ഇടത് കയ്യിൽ കിട്ടിയിട്ട് എന്തൊരു ഗ്രന്ഥമാണ് പടച്ചുറപ്പ്. ചെറുതും വലുതുമായ എല്ലാം ഉണ്ട്. ഭാര്യയെ ചതിച്ചത്, പ്രിയപ്പെട്ട ഭാര്യ കഷ്ടപ്പെട്ട് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെട്ട് 4 മണിക്കും 3:30 മണിക്കും അതേപോലെ തന്നെ 4:30 മണിക്കും വീട്ടിലേക്ക് അടുക്കളയിലേക്ക് ഇറങ്ങി 11-12 മണി വരെ പെടാപ്പാട് വരുന്ന പ്രിയപ്പെട്ട ഭാര്യ. എന്നിട്ട് അതിനുശേഷം അവള് തളർന്നുറങ്ങുമ്പോ ഭാര്യയുടെ ഒപ്പം സൈഡിൽ കിടന്നിട്ട് അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്ന വൃത്തികെട്ട ഭർത്താക്കന്മാരാരും കാണുന്നില്ലെന്ന് വിചാരിക്കുന്നു. മക്കൾ ഉറങ്ങിയിട്ടുണ്ട്, ഇവള് മരിച്ചുറങ്ങുകയാണ്. തനിക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഭാര്യമാരെ ചതിക്കുന്നവർ, ഭർത്താക്കന്മാരെ ചതിക്കുന്നവർ, തനിക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ ചൂടും വെയിലും പ്രയാസവും തണുപ്പും ക്ഷീണവും ജീവിതമില്ലാതെ പുരുഷായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ഹോമിച്ച് ഭാര്യയ്ക്ക് സമ്പത്ത് ചെലവ് അയച്ചു കൊടുക്കുന്നു. അത് ദൂർത്തടിച്ച് മറ്റുള്ള ആളുകളുമായി ചാറ്റ് ചെയ്ത് മറ്റുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്ന വൃത്തികെട്ട പെണ്ണുങ്ങളുള്ള സമയത്താണ്, ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം കാണും. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഹിസ്റ്ററി ഡിലീറ്റ് ആക്കാൻ നമുക്കൊക്കെ അറിയും. പക്ഷെ ഡിലീറ്റ് ആകാത്തൊരു ഹിസ്റ്ററി അവിടെയുണ്ട്. ഈ ലോകത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാകണം സഹോദരന്മാരെ. ഇന്ന് നമ്മുടെ യുവാക്കളാകട്ടെ, അതേപോലെ തന്നെ യുവതികളാകട്ടെ, വിദ്യാർത്ഥി കൂട്ടങ്ങളാകട്ടെ, മുതിർന്നവരാകട്ടെ, ആരും അധാർമിക ജീവിതത്തിലേക്ക് ലക്കും ലഗാനുമില്ലാതെ കടിഞ്ഞാൻ നഷ്ടപ്പെട്ട കുതിരയെ പോലെ കുതിറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഇന്ന് എല്ലാവരുടെയും ചർച്ച എന്താണ്? ലഹരിയെ കുറിച്ചാണ്. ഈ ലഹരി പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ലഹരി എല്ലാവർക്കും സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് ചെറിയ UP സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളടക്കം അറിയാതെ ഈ ലഹരി മരുന്നിന്റെ വിൽപ്പനക്കാരും ചെറിയ തോതിലെങ്കിലും അത് ഉപയോഗിക്കുകയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഒക്കെ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത MDMA പോലുള്ള സിന്തറ്റിക് ലഹരി ഉപയോഗങ്ങൾ കൊണ്ട് അവനത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തനിച്ച ഭ്രാന്തും അതേപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളെ പോലും കഴുത്തറത്ത് വെട്ടിക്കൊല്ലുന്നതിന് യാതൊരു പ്രയാസവും ഒരു മനോവിഷമവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് MDMA ഉപയോഗിക്കുന്ന ചില ചെറുപ്പക്കാരുടെ അതേപോലെ തന്നെ കൗമാരക്കാരുടെ ഉമ്മമാര് പറയുന്ന ഭീകരമായ അനുഭവങ്ങൾ. എന്റെ കുട്ടി എന്റെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പേടിയാണ്. വാതിലിന്റെ കുറ്റി ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ 2-3 പ്രാവശ്യം പോയി നോക്കും. ഉറക്കത്തിൽ നെട്ടി ഉണർന്നു നോക്കും, വാതിൽ മുട്ട് കേട്ടോ. കാരണം അവന്റെ ആവശ്യത്തിന് വേണ്ടി എന്റെ ശരീരത്തിലേക്ക് അവൻ വരികയാണ്. അവന് ഉമ്മ പ്രശ്നമല്ല, പെങ്ങള് പ്രശ്നമല്ല. ഈ ഒരു അവസ്ഥ ലോകം മുഴുവൻ ചർച്ച, നാട് മുഴുവൻ ചർച്ച ചെയ്യാണ്. നിയമസഭയിൽ ചർച്ച, അതേപോലെ തന്നെ രാജ്യസഭയിൽ, ലോകസഭയിൽ ചർച്ച, ഗവൺമെന്റ് സെക്ടറുകളിൽ ചർച്ച. എന്താണ് പിടിച്ചു കെട്ടാൻ ഒരു വഴി? ചർച്ചകൾ എമ്പാടുമുണ്ട്.
സെമിനാറുകൾ നടക്കുന്നു, അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്താണ് സഹോദരന്മാരെ വഴി? ആ വഴിയാണ് പെരിന്തൽമണ്ണയിൽ ദീനിന്റെ വഴി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ സമ്മേളനത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് പോകാൻ വഴി? പ്രശ്നങ്ങൾ പറയാൻ എല്ലാവരും ഉണ്ട്. നമ്മളെ കുട്ടികൾ ജീവിക്കുന്ന ഇടം അവരുടെ സ്കൂളുകളിൽ, അവരുടെ സ്ഥാപനങ്ങളിൽ അവർ ജീവിക്കുന്ന ഇടം നമ്മൾ മനസ്സിലാക്കണം. ഏത് സ്ഥാപനങ്ങളിലും ഇതിന് അഡിക്റ്റഡ് ആയ കുട്ടികൾ, അതേപോലെ തന്നെ ഇത് വിൽപ്പന നടത്തുന്ന കുട്ടികൾ ഇന്ന് മിക്ക സ്ഥാപനങ്ങളിലുമുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാ. ഒരു കുട്ടിയെ പ്രലോഭനത്തിൽ വീഴ്ത്താണ്, നല്ല ഉന്മേഷം കിട്ടും, ഇതൊന്ന് ഉപയോഗിച്ചു നോക്ക്. ടൂറ് നമുക്ക് കളറാക്കണ്ടേ? നമ്മൾ അന്ന് DJ പാർട്ടി നടത്തപ്പോ ഞങ്ങൾ 2-4 മണിക്കൂർ തുള്ളിയില്ലേ? ഈ തുള്ളിയപ്പോ വേഗം കുഴങ്ങില്ലേ? എന്താ കുഴങ്ങാനുള്ള കാരണം? ഇതൊന്നൊരു പ്രശ്നമുള്ള സംഗതിയല്ലടോ. ഇത് കൂടാഞ്ഞാ മതി, കുറച്ച് പ്രശ്നമില്ല, ഞങ്ങളൊക്കെ ഉപയോഗിക്കണം. ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതേപോലെ തന്നെ സ്പോർട്സിൽ എനിക്ക് നല്ല കഴിവുള്ള ആളാണ് ഇതങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ 100 മീറ്റർ 200 മീറ്റർ ഒക്കെ കുഴങ്ങാതെ ഓടാൻ പറ്റും, നല്ല കളിക്കാൻ പറ്റും. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പ്രലോഭനങ്ങളിലാണ് നമ്മുടെ മക്കൾ, 10ാം ക്ലാസ്സിലുള്ള, അതേപോലെ തന്നെ +1-നും +2-നും പഠിക്കുന്ന മക്കൾ ഇത് കേൾക്കാണ്. കൂട്ടുകാരന്മാരായ ആളുകൾ, കൂട്ടുകാരികൾ നിങ്ങൾ നോക്കൂ. ഹൈസ്കൂൾ കുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ കേരളത്തിന് പുറത്തേക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടവനെ തേടി പോവുകയാണ്, കേരളം വിട്ടു പോവുകയാണ്. എവിടെയാണ് സഹോദരന്മാരെ പ്രശ്നങ്ങൾ? എന്നും വരുന്നുണ്ട്. പത്രങ്ങൾ വായിക്കാൻ വയ്യ, ചാനലുകൾ കാണാൻ വയ്യ. എന്നും കൊലപാതകം, സ്വന്തം മാതാപിതാക്കളെയും അതേപോലെ തന്നെ ഉടപ്പിറപ്പുകളെയും അരിഞ്ഞു വീഴ്ത്തിയ കഥകളാണ് എന്നും കേൾക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നെട്ടല് മാറി. പണ്ടേയിരുന്നു നെട്ടല്, ഇപ്പൊ നെട്ടല് മാറി. മതവിദ്യാഭ്യാസമല്ലാതെ എന്ത് പരിഹാരമാണ് സഹോദരന്മാരെ ഉള്ളത്? എന്നിട്ട് ഈ മതവിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നമുക്ക് ശ്രദ്ധയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു 4ാം ക്ലാസ് വരെ 5ാം ക്ലാസ് വരെ കുട്ടിയുടെ മദ്രസിന് പേരിനൊന്ന് വിട്ടു. പിന്നെ സ്കൂളിന്റെ തിരക്കായി. അത് കഴിഞ്ഞ് സ്കൂളിൽ പിന്നെ ഓനെ ഹൈസ്കൂളിലും +1-ലും +2-ലും അതേപോലെ തന്നെ ഡിഗ്രി 10, 20, 22 വയസ്സ് വരെ ആണും അല്ലെങ്കിൽ 25 വയസ്സ് വരെ ആണും പെണ്ണും പഠിക്കാണ്. എന്തായി പഠിക്കണത്? എട്ടും പൊട്ടും തിരിയാത്ത, ബുദ്ധി ഇറക്കാത്ത പ്രായത്തിൽ അവൻ മദ്രസയിൽ വിട്ടു. അതിനുശേഷം മുഴുവൻ അവന് കിട്ടിയിട്ടുള്ളത് ഭൗതിക പഠനമാണ്. ഈ ലിബറലിസവും അതേപോലെ തന്നെ ഈ LGBT-യും തോന്നിവാസവും, ആണും പെണ്ണും കൂടിക്കലരലും, മൈ ബോഡി മൈ ചോയ്സ് ആണ്, എന്നാരും ഉപദേശിക്കേണ്ട, മാതാപിതാക്കൾ ചവറുകളാണ്, തന്ത വൈബാണ്. അതേപോലെ തന്നെ 18 വയസ്സായാൽ നമ്മൾ സ്വതന്ത്രയായി, ഞാൻ ആരൊപ്പം പോകും, ആരൊപ്പം കിടക്കും, എന്തുമാകും, നിങ്ങളാരാ ചോദിക്കാൻ? ഇത് 24 മണിക്കൂറും ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ലോകത്താണ്. ക്ലാസ്സുകളിലാണ്, ക്ലാസ് മുറികളിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ചാനലുകൾ, മൊബൈലുകൾ, യൂട്യൂബ്, പിന്നെ കൊലപാതകികളായ ആളുകൾ, യൂട്യൂബ് ചാനലുകളായ കൊലപാതകികളായ ആളുകൾ അവരിത് പറഞ്ഞു കൊടുക്കാണ്. മോട്ടിവേഷന്മാരായിട്ടുള്ള മോട്ടിവേഷന്റെ ആളുകൾ, വിഷം വമിപ്പിക്കുന്ന മോട്ടിവേഷൻ എന്ന പേരിൽ ഉപദേശിക്കാൻ പാടില്ല കുട്ടികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് ഇൻസ്പയർ ആയിട്ട് നമ്മളെ മക്കള് നടക്കുകയാണ്. ഇവിടെയാണ് സഹോദരന്മാരെ നമുക്ക് എന്ത് മതമാണ് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്? ഈ പറയപ്പെട്ട ലഹരി വസ്തുക്കൾ, ഇതിലൊന്നും ഈ പറയപ്പെട്ട രീതിയിലൊന്നും കുട്ടി വീണിട്ടില്ലെങ്കിൽ കുട്ടിയോട് അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത് നന്നായി പഠിക്കണ സമയത്ത് ഉറക്കം വരാതെ പഠിക്കാൻ, ഫുൾ A+ കിട്ടണം, ഏതാണ്ട് ചെല്ലണം. അപ്പൊ മറ്റിലൊന്നും വീണിട്ടില്ലെങ്കിൽ ഇതിലെങ്കിലും കുട്ടി വീഴും. പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്യാൻ, ഉറക്കം വരാതെ പഠിക്കാൻ ഇത് കുറച്ച് ഉപയോഗിച്ചു. ഫ്രീ ആയിട്ടല്ലേ തരുന്നത്? ഇത് ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കലുണ്ടോ? പിന്നെ എന്തിനാ മടിക്കണേ? ഇത് നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന മന്ത്രണമാണ്. ഇതാണ് സ്കൂളുകളിൽ നിന്നും കേൾക്കുന്നത്. ഈ ലോകത്ത് നമ്മുടെ കുട്ടികൾ ജീവിക്കുമ്പോ ഇത് കേവലം ഞാൻ സൂചിപ്പിച്ച പോലെ ഇതൊരു ലഹരിയിൽ ഒതുങ്ങുന്നില്ല. പിന്നെ അങ്ങോട്ട് സ്വന്തം ഉടപ്പിറപ്പുകളെ പോലും പിച്ചാത്തി കയറ്റി കൊല്ലുന്ന, അതിന് ഒരു എലിയെ കൊല്ലുന്ന ലാഘവം പോലും ഉണ്ടായില്ല തിരുവനന്തപുരത്തുകാരന്, വെഞ്ഞാറമൂടുകാരന്. ഒറ്റപ്പെട്ട സംഭവമാണോ? സ്വന്തം സഹപാഠിയെ, ക്ലാസ് ബെഞ്ചിലിരിക്കുന്ന സഹപാഠിയെ, കളിക്കൂട്ടുകാരനെ
കൂട്ടമായി ആക്രമിച്ചിട്ട് അവനെ കൊല്ലാക്കൊല ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി അഭിപ്രായം പറയണ അവന്റെ കണ്ണൊന്ന് കാണ്ടിരുന്നു, അവന്റെ തലൊന്ന് പൊട്ടിച്ചിതറപ്പെട്ട വികൃതമായ അവന്റെ തന്റെ കൂട്ടുകാരന്റെ കണ്ണ് അത് പൊട്ടി ഭീകരമായ അവസ്ഥ വർണ്ണിക്കുകയാണ് ഒരുത്തൻ മറ്റൊരുത്തനോട്. എന്തിനാണ് വിദ്യാഭ്യാസം പ്രിയമുള്ളവരെ? എന്തിനാണ്? എവിടെയാണ് നമുക്ക് പഴച്ചത്? സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വളരെ ഫേമസ് ആയി, അല്ലെങ്കിൽ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഉമ്മ 10ാം ക്ലാസ് കഴിഞ്ഞ അവസാന പരീക്ഷന്റെ സമയത്ത് കുട്ടി ഇങ്ങനെ സ്കൂളിന്റെ ഗേറ്റ് കടന്നുകൊണ്ട് വരലും ഉമ്മ അവനെ കണ്ട് പിടിച്ചു, കക്ഷം കണ്ട് പിടിച്ചിട്ട് സ്കൂട്ടറിന് ഗേറ്റ് കണ്ട് കൊണ്ടുപോവുകയാണ്. ഭയങ്കര വൈറലായത്. അപ്പൊ എന്തേ കുട്ടി പിന്നെ തെറ്റിപ്പോകാതിരിക്കാനാണ്. ഈ കുട്ടി ഉമ്മനോട് ചോദിക്കുന്നുണ്ട്, ബൈക്കുമേ കയറിയ സമയത്ത് ചാനലുകാർ ചോദിക്കണം എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടാകാറ്. ഉമ്മാരൊക്കെ കാത്തിക്കാണ്. പോലീസ് വാഹന വ്യൂഹം വന്ന് നിൽക്കണം. എന്തിനാണ്? പാകിസ്ഥാൻ ഇവിടെ ആക്രമിക്കാൻ. പാകിസ്ഥാൻ നമുക്ക് ആക്രമിക്കാൻ. നമ്മൾ 10 കൊല്ലം പഠിപ്പിച്ച കുട്ടികൾ പരീക്ഷ എഴുതി 10ാം ക്ലാസ് പരീക്ഷ എഴുതി പുറത്തിറങ്ങണീന് പോലീസ് വ്യൂഹം കാത്തിക്കാണ്. നമ്മൾ എവിടെ എത്തി പ്രിയമുള്ളവരെ? എവിടെയാണ് നമ്മളുള്ളത്? വിദ്യാർത്ഥി കൂട്ടങ്ങളെ പേടിയോടുകൂടി കാണുകയാണ് സമൂഹം. മാതാപിതാക്കൾക്ക് പേടി, പോലീസിന് തൊടാൻ വയ്യ. തൊട്ടാ പ്രശ്നം. ഇത് ആരാന്ന് ചോദിക്കാൻ ബാപ്പാക്ക് പ്രശ്നം, ഈ ആരാന്ന് ചോദിച്ചാ പ്രശ്നം. എവിടെ നമുക്ക് പാളിയത് സുഹൃത്തുക്കളെ? ഇത് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. അപ്പൊ ആ ഉമ്മ പറയാണ്, അപ്പൊ ഞാൻ ജാമിയ സൽഫി പഠിച്ച ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളെ, പുളിക്കൽ പഠിച്ച്. അപ്പൊ 2 വർഷം കഴിഞ്ഞ് അവിടുത്തെ പഠനം പൂർത്തിയാക്കാതെ പോയ ഒരു സുഹൃത്തുണ്ട്. അവൻ പറഞ്ഞു എന്റെ മോനെയാണ് കൊണ്ട്, എന്റെ ഭാര്യയാണ്. അപ്പോ ഇവള് പറയാണ് എന്റെ കുട്ടി വഴി തെറ്റാതിരിക്കാനാണ്. 1ാം ക്ലാസ്സിൽ പണ്ട് നമ്മളൊക്കെ വാപ്പമാര്, അല്ലെ നിങ്ങളൊക്കെ ഒപ്പമാര്, നിങ്ങളെ 1ാം ക്ലാസ്സിൽ ചേർത്താൻ കൈ പിടിച്ച് വാപ്പ സ്കൂളിൽ ചേർത്തിയ കാലം ഉണ്ടായിരുന്നു. എന്റെ കുട്ടി നന്നാവാൻ വേണ്ടിയിട്ട് ചേർത്തണ്. 1ാം ക്ലാസ്സിൽ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി കുട്ടിന് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് 1 കഴിഞ്ഞ് 10 കഴിഞ്ഞ് കുട്ടി തിരിച്ചു പോരുമ്പോ പെട്ടെന്ന് കുട്ടിയെ സേഫ് ആക്കുകയാണ് ഉമ്മ. കാരണം എന്താ? ഭീകരമായ അവസ്ഥയാണ്. പോലീസും പട്ടാളം കാത്തുക്കാണ്. ഇവരെ കൊണ്ട് വിദ്യാർത്ഥി കൂട്ടങ്ങൾ എന്തും ചെയ്യാം. വിസ്ഫോടനം സംഭവിക്കും. ടെററിസ്റ്റുകൾ എന്താ ചെയ്യുന്നത് പിന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. ഈ അവസ്ഥയാണ്. ഇത് പ്രശ്നങ്ങളല്ലേ? എന്താ പരിഹാരം സഹോദരന്മാരെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചു, അല്ലാഹനെ പരിചയപ്പെടുത്തി കൊടുക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ. മദ്യമാകട്ടെ, അതേപോലെ തന്നെ ലഹരി വസ്തുക്കളാകട്ടെ, അതേപോലെ തന്നെ ചൂതാട്ടമാകട്ടെ, ശിർക്കൻ പ്രവർത്തനങ്ങളാകട്ടെ, ശൈത്താനിന്റെ വൃത്തികേടായ പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയം വേണോ? 2 ലോകത്തും വിജയം വേണോ? നിങ്ങൾ അത് ഒഴിവാക്കണം കേട്ടോ, നിങ്ങൾ വർജിക്കണം കേട്ടോ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസർ വയസുദ്ദുകും അൻ സബീലില്ലാഹ്. ശൈത്താൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, അവന്റെ അജണ്ട എന്താണെന്നറിയാമോ? നിങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കലാണ്, സ്നേഹമുണ്ടാക്കലല്ല. നിങ്ങൾക്കിടയിൽ അടിപിടി ഉണ്ടാക്കലാണ്. നിങ്ങൾ ഉടപ്പിറപ്പുകളെ പോലും അരിഞ്ഞു വീഴ്ത്തുന്ന പ്രവർത്തനമാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ റാഹത്ത്, സമാധാനം എല്ലാം തകർക്കലാണ് പിശാച് ലഅനഹുള്ള ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ചോ. ഇതിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ സഹോദരന്മാരെ. ഒരു ഭാഗത്ത് ഇങ്ങനെ, ഒരു ഭാഗത്ത് ലിബറലിസത്തിന്റെ കൂത്തരങ്ങുകളാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയുമാകാം. ആണും പെണ്ണും കൂടിക്കലരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ്, അതേപോലെ തന്നെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു, പുരുഷൻ ജോലിക്ക് പോകുന്നു അല്ലേ. എന്നിട്ട് പേര് പറഞ്ഞ് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ, അയാളുടെ കൂടെ ഞാനിപ്പോ ബൈക്കിൽ ഇങ്ങോട്ട് വന്നു വെച്ചിട്ട് എന്താ കുഴപ്പം? അതൊക്കെ നിങ്ങൾ വലിയ പ്രശ്നമാക്കിയാൽ എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ? നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാ ജീവിക്കണേ? ഞാൻ ബസ് കാത്തുന്നപ്പോ മൂപ്പര് ഞാൻ കൊണ്ടായി, ഞാൻ ഒരു ലിഫ്റ്റ് ആയിരുന്നു, മൂപ്പരെ കൂടെ ഞാൻ കയറി. എന്താ പ്രശ്നം? ഞങ്ങൾ ഒപ്പം ഇരിക്കണോലല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. സ്വന്തം ഭാര്യയെ വേറൊരുത്തൻ കൊടുന്നാക്കാണ് പരന്റെ നമ്മളെ ഗേറ്റിന്റെ മുമ്പിൽ ഇല്ലേ. ഇന്നത് പ്രശ്നമാണോ? പ്രശ്നമാക്കിയോൻ പോയത്തക്കാരനായി.
അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് നമുക്ക് പറഞ്ഞു, വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ക്ലിക്കുകൾ, നിങ്ങളുടെ നക്കലുകൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ഇരുത്തം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, നിങ്ങളുടെ കേൾവികൾ, കാഴ്ചകൾ, ഇതെല്ലാം നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ, അത് മ്ലേച്ഛതയാണ്. അത് അവിടെ നിൽക്കൂല, അത് അതിമിലൊന്നും നിൽക്കൂല സഹോദരന്മാരെ. ഇത് എല്ലാവിധ കെട്ടുകളും അഴിച്ച് പൊട്ടിച്ചേ ഇത് അടങ്ങി നിൽക്കുകയുള്ളൂ. ശൈത്താൻ വെറുതെ നിൽക്കൂല സഹോദരന്മാരെ. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കാട്ടുന്ന ആഭാസങ്ങൾ എന്താ? വളരെ സങ്കടകരമാണ്. ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഏതോ ഈ സ്ഥാപനമാകട്ടെ, പ്രത്യേകിച്ച് കോളേജുകൾ, പോകാൻ പറ്റുന്നില്ല. ആണും പെണ്ണും ഒരു വ്യത്യാസവും ഇല്ല. ഇത് നേരിട്ട് കാണുന്ന, വേദനിക്കുന്ന ഒരാളെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നത്. പലപ്പോഴൊക്കെ എൻ്റെ പഠനത്തിന്റെ ആവശ്യമായിക്കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലും ഒക്കെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ട് തന്നെ വല്ലാത്ത നമ്മുടെ മുസ്ലിം കുട്ടികൾ മറ്റുള്ളവന്റെ മുമ്പിൽ മടിയിൽ ചാരിയിരിക്കുകയും, അവന്റെ തോളത്തേക്ക് ചാരിയിരിക്കും, മടിയിൽ കിടക്കുകയും, അതേപോലെ തന്നെ ക്ലാസ് റൂമിലടക്കം. ഒരു ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ചില അധ്യാപകന്മാർ ഞങ്ങളെ ചില പോർഷൻ എടുക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഏൽപ്പിക്കും. ഇന്ന ഭാഗങ്ങൾ എടുത്തു കൊടുക്കണം, ഞങ്ങൾക്ക് നിർബന്ധമാണ് ക്ലാസ് എടുത്തു കൊടുക്കൽ. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റീഫ്രഷ് കോഴ്സുകളോ കാര്യങ്ങളോ കൊടുക്കണം. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഗവേഷണം നടത്തുന്ന സെന്ററുകളിൽ PhD വിദ്യാർത്ഥികൾക്ക് അത് ക്ലാസ് എടുത്തു കൊടുക്കണം. അപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, ആണും പെണ്ണും ഒപ്പം ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മളെപ്പോലുള്ളൊരു താടിയും അതേപോലെ തന്നെ മൗലാന ലുക്കുള്ള ഒരാൾ വരുമ്പോഴെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇല്ല. മുസ്ലിം കുട്ടികളെ കഥ ഞാൻ പറയുന്നത്. ഈ ചങ്ങായി ഒരു മൗലവിയാണ്, ഒരു മുസ്ലിയാരാണ്, ഒരു നീം പഠിച്ച ആളാണ്, ഞാനൊന്നും മാറി ഇല്ല, എടുത്ത് ചാരി തോളിൽ കൈയിട്ട് ക്ലാസ്സിൽ ഇരിക്കുള്ളൂ. ഇതാണ് അവസ്ഥ. ലജ്ജ എന്ന് പറഞ്ഞതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജയും ഈമാനും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒരു നാണയങ്ങൾ സങ്കല്പിച്ചു നോക്കി, ഒരു വശമുള്ള നാണയം ഉണ്ടാവില്ല, രണ്ട് വശം ഉണ്ടെങ്കിലേ നാണയം ഉണ്ടാവുള്ളൂ. ലജ്ജയും ഈമാനും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒന്നില്ലെങ്കിൽ ഒന്നില്ല. ഇന്ന് ലജ്ജയില്ല. പണ്ടൊക്കെ ഉസ്താദുമാരെ കാണുമ്പോൾ തലയിൽ ഒരു തട്ടടലുണ്ടായിരുന്നു. അത് നല്ലതാന്നല്ല പറയണത്. അള്ള കാണീന് വേജാറില്ല, ഉസ്താദ് കാണീനായിരുന്നു വേജാറ്. ഇന്നിപ്പോ അതുമില്ല. ആര് കണ്ടാലെന്ത്, ഇയാളാരാ? പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദര, നമ്മളെ മൂന്ന് തുണ്ടം കയറില് പെണ്ണുങ്ങളാണെങ്കിൽ ഒരു നിസ്കാര കുപ്പായി അതിന്റെ ഉള്ളിലിട്ട് കെട്ടിവരിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസമുണ്ട്. അതിന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. കെട്ടിവരിഞ്ഞങ്ങ് കൊണ്ടുപോകും. എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്ന ദിവസം. നിങ്ങൾ എവിടേക്കാണ്? ആർത്തിരമ്പുകയാണ് മനുഷ്യൻ. റസൂലുള്ള പറഞ്ഞു, മനുഷ്യന്മാരല്ലാത്ത ജീവജാലങ്ങളൊക്കെ ആ ആർത്തിരമ്പൽ കേൾക്കും. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മളെങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ അവിടെ ആടുകളും പോത്തുകളൊന്നും വല്ലാതെ നമ്മളെ വീട്ടിലോ അയൽവാസികളുടെ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആടുകളൊക്കെ ഒരു പ്രത്യേക വിഭ്രാന്തി കാണിക്കുന്ന ഒരു രീതി ശ്രദ്ധിക്കാറുണ്ട്. ഈ ഹദീസൊക്കെ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ശ്രദ്ധിച്ച സമയത്ത് മൃഗങ്ങളൊക്കെ അത് കേൾക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, യാതൊരു ലജ്ജ ഇല്ലാതായി. ബെഡ്റൂമുകളിൽ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പാർക്കിൽ കാണിക്കാണ്. ഇന്നിപ്പോ 2 ദിവസം മുമ്പ് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. നിങ്ങളിപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ബെഡ്റൂമുകളിൽ കാണിക്കേണ്ട ആദ്യ പടികളൊക്കെ കാണിക്കണം. പ്രേമത്തിന്റെ പേര് പറഞ്ഞ് യാതൊരു സദാചാര ബോധവുമില്ല. മാതാപിതാക്കൾക്കാണ് വിലയില്ല. ലവറുണ്ട്, ബെസ്റ്റിയുണ്ട്, ഫ്രണ്ട് ഉണ്ട്. വ്യത്യസ്ത കാറ്റഗറികളാണ്. ലവർക്ക് ഒരു ഭാഗം മാറ്റി വെച്ചു കൊടുക്കും. ബെസ്റ്റി ആണെങ്കിൽ ആ കോലത്തിലാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ അത് വേറെ കോലത്തിലാണ്. പല പേരുകളാണ്. ഇങ്ങനെ നമ്മുടെ സമുദായത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ദീന് കൊണ്ട് നടക്കുന്ന ആളുകളെ കാത്തു നിൽക്കുകയാണ് കഴുകൻ കണ്ണുകളുമായി. നിങ്ങൾക്കറിയോ, നിങ്ങൾ തന്നെ ഒരുപാട് പ്രാവശ്യം, എന്റെ പ്രിയമുള്ള സഹോദരികളെ, എത്ര ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൽ അറിയപ്പെട്ട ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റുകളായ പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർ എന്താ പറഞ്ഞു? ഞാനിവിടെ സ്പീച്ച് നിർത്തി, ഞങ്ങൾ ബാക്കി പറഞ്ഞുതരും. എന്താ പറയണത്? ഇന്ന് അബോർഷൻ നടത്താൻ വരുന്ന യുവതികളുടെ, കല്യാണം കഴിക്കാത്ത
+2 പഠിക്കുന്ന, ഹൈസ്കൂളിന് പഠിക്കുന്ന യുവതികളുടെ എണ്ണം ഭീമമായി വർദ്ധിച്ചിരിക്കുന്നു. അബോർഷൻ നടത്താൻ, അഥവാ നമ്മൾ ഈ ഡിസ്പോസിബിൾ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒഴിവാക്കൂലേ, അതുപോലെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി വരിക. എന്നിട്ട് ഓല് പറയുന്ന പരിഹാരം എന്താണെന്നറിയോ? ഓൽക്ക് ഇപ്പൊ അത്രേ പറയാൻ പറ്റുള്ളൂ. ഇവർക്കൊക്കെ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ളത് ഉപയോഗിക്കാനുള്ള ഒരു അവയർനെസ് ഗവൺമെന്റ് കൊടുക്കണം കേട്ടോ. എല്ലാ കഥയും എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ്. നമ്മുടെ അടുത്ത് ഒരു മതപ്രബോധകൻ എന്നുള്ള നിലയ്ക്ക് നമ്മോടൊക്കെ ചില രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സുഹൃത്ത് വലയത്തിലെ ഒരു പെൺകുട്ടി പറയണേ, എന്റെ സുഹൃത്തിലെ എന്റെ കുട്ടികളിൽപ്പെട്ട അതൊരു മുസ്ലിം മാനേജ്മെന്റിലൊക്കെ പഠിക്കുന്ന, ഇതിങ്ങനെ പെരുപ്പിച്ച് പറയല്ല. ഇതാണ് അവസ്ഥ. ദീനില്ലാത്തതാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഗൈനക്കോളജിസ്റ്റുകൾ പറയണെന്ത്, വല്ലാത്ത വർധനമാണ് ഓരോ ദിവസവും. ഇവർ വന്നാ ഞങ്ങൾ കല്യാണം കഴിക്കാത്ത കുട്ടികളാണ്, അവരുടെ ഭാവി തൊലഞ്ഞു പോകും, അവരുടെ എഡ്യൂക്കേഷൻ നിന്നു പോകും. ഇവർക്ക് അബോർഷൻ ചെയ്തു ആരെ കൂടെ വരുന്നത്? ഒന്നില്ലെങ്കിൽ ഇവന്റെ കാമുകൻ ഉണ്ടാകും, ബെസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ കൂടെ ഒരു കൂട്ടുകാരത്തുണ്ട്. ബാപ്പ അറിയണില്ല, ഉമ്മ അറിയണില്ല, അച്ഛൻ അറിയുന്നില്ല, അമ്മ ആരും അറിയണില്ല. ഇതാണ് അവസ്ഥ. ആർക്കും മടിക്കുത്ത് അയച്ചു കൊടുക്കുന്ന അവസ്ഥ. ഇതൊന്നൊരു പ്രശ്നം. മൈ ബോഡി മൈ ചോയ്സ് ആണ്. ആരാ ചോദിക്കാൻ? ഈ അവസ്ഥയിലേക്ക് മാറി നിന്നു അല്ലേ? അതേപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, ഞാൻ ആരെയും കുറ്റം പറയല്ല, ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് നാട്ടിലേക്ക് ഇറങ്ങാൻ, അങ്ങാടികളിലേക്ക് ഇറങ്ങാൻ, ജോലി സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങാൻ അവസരം കാത്തുക്കണം. ഒരു പെണ്ണ് ജോലിക്ക് പോകണ ഇസ്ലാം എതിരല്ല. ഒരു പെണ്ണ് മാന്യമായിട്ട് ജോലിക്ക് പോകണ ഇസ്ലാം എതിരല്ല. പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ എന്തിനാ ജോലിക്കാണ്? ഭർത്താവിന് നല്ല ജോലിയുണ്ട്, വീട്ടിൽ നല്ല സാമ്പത്തിക, ഓളെ വീട്ടിലുണ്ട്, ഇവിടുത്തെ വീട്ടിലുണ്ട്. ഇവൾക്ക് വലിയ എഡ്യൂക്കേഷൻ ഉണ്ടോ? വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല താനും. ഉണ്ടെങ്കിൽ ഓള് പഠിച്ചു, ഓളൊരു പാഷനാണ്, ഓള് ദീനിയായിട്ട് നന്നായിട്ട് ഓളെ നിക്കാബ് ഉണ്ടെങ്കിൽ നിക്കാബും ഹിജാബൊക്കെ ഇട്ട് മാന്യമായിട്ട് ജോലിക്ക് പോകണ ഇസ്ലാം എതിരല്ല. ഇവള് ഒരിക്കൽ എന്നോട് ഒരു രക്ഷിതാവ് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, അഥവാ ഇവള് ജോലിക്ക് പോകുന്ന ഇടത്തെ വണ്ടിക്കൂലി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറിയും കൂടി വെച്ച് നോക്കുമ്പോൾ വണ്ടിക്കൂലി കൂടുതലാണ്, എന്നാലും ജോലിക്ക് പോകും. എങ്ങനെ? വണ്ടിക്കൂലി കൂടുതലാണ്. കാരണം എന്താ? പരീന്നാണ്ട് രക്ഷപ്പെടണം. ഞാൻ എല്ലാരെയും കുറിച്ച് പറയും. കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കുറച്ച് ആളുകൾ അങ്ങനെയാണ്. നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ വയ്യ, ഭാര്യ അമ്മായും അമ്മോശങ്ക ചൊറയാണ്, ബുദ്ധിമുട്ടാണ്, അവിടെ ഓല സഹിക്കാൻ വയ്യ. അപ്പൊ രാവിലെ അങ്ങോട്ട് പോകാം, മക്കളെ വേണമെങ്കിൽ ഉമ്മാരെ നോക്കിക്കോളും. നമ്മുടെ ഇന്നത്തെ ഉമ്മാരെ അവസ്ഥ, അഥവാ ഇവരുടെ തൊട്ട് മുമ്പത്തെ തലമുറ ഓല മക്കളെയും നോക്കണം, പേരക്കുട്ടികളും നോക്കണം. ആ അവസ്ഥയിലാണ്. മോളോടൊന്നും പറയാൻ വയ്യ. വല്യന്മാർക്ക് നോക്കൽ, കുട്ടികളെ നോക്കല പണി. എന്നിട്ട് ഈ ഉമ്മാര് വളരെ ഉത്തരവാദിത്വമുള്ള, ഞാൻ പറയണത് എന്താ വെച്ചാൽ ജോലിക്ക് പോകുന്ന ഉത്തരവാദിത്വം കാണിക്കുന്ന ഉമ്മമാരുണ്ട്. എന്നിട്ട് ജോലിയും കഴിഞ്ഞ് ക്ഷീണം കഴിഞ്ഞ്, ഞാൻ ജാമ്യയിൽ അധ്യാപകനാണെന്ന് നിങ്ങൾക്കറിയാം, ചിലപ്പോ മഗ്രിബ് ജാമ്യം നിസ്കരിച്ച് വരുന്ന സമയത്തുണ്ടാവും നമ്മളെ വേങ്ങരങ്ങാടിയിലൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ ജോലി കഴിഞ്ഞ് വരികയാണ്, വീട്ടിലെത്തിയിട്ടില്ല. 7 മണിക്ക് 7:30 മണിക്ക്. എന്തിനാണ് സഹോദരിമാരെ ഇത്? എന്ത് ഉത്തരവാദിത്വമാണ് ആ വീടിനുള്ളത്, മക്കളോടുള്ളത്? ഒരു സാരിസ് മോലിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് ഞാൻ. വൈകി വരുന്ന ഉമ്മ വീട്ടിലേക്ക് കയറുമ്പോ മോന് സ്റ്റെപ്പും ഇരിക്കണ്. 2 വയസ്സാകാത്ത കുട്ടി, മുല കുടിക്കുന്ന കുട്ടി, പാല് കുടിക്കുന്ന കുട്ടി, ഉമ്മാന്റെ ഷൂ അയച്ചു കൊടുക്കാൻ, ഉമ്മാന്റെ ഷൂ ഉമ്മ അയച്ചിട്ട് നേരം വേണ്ട, കുട്ടി അയച്ചു കൊടുക്കാൻ കാത്തിക്കാണ്. ഉമ്മ കേറി വന്നിട്ട് ഉമ്മാന്റെ മടിയിലൊന്ന് ഇരിക്കാന്. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാര്, എന്ത് ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീട്ടിലെ കോഴിക്കൂട്ടിലൊരു കോഴിയെ നിങ്ങൾ നോക്കൂ. ആ കോഴി തന്റെ മക്കളെ നോക്കുന്ന അതിന്റെ ഒരു കൃത്യത. മൂർഖൻ പാമ്പ് വന്നാലും തന്റെ മക്കളെ തന്റെ അകിടിനുള്ളിലാക്കി എത്ര സംരക്ഷണം കൊടുക്കുന്നു. ഒരു കാക്കക്കുഞ്ഞ്, ഒരു പശു അതിന്റെ കുഞ്ഞിനെ നോക്കുന്നത് അല്ലേ? അതാ ദീന് പറഞ്ഞത്, ബൽഹും അതൽ, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയി. ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്നിട്ട് ചില ഉമ്മാര് പറയണ്, ഓള് വന്നാലോ കുറേ ഓഫീസിലെ ജോലിയും തിരക്കേറ്റിട്ട് വരും, അല്ലെങ്കിൽ അതിന്റെ ക്ഷീണം. എന്നിട്ട് ഓള് കുറച്ചേരം മൊബൈലും ഇരിക്കും. കുട്ടികൾ വാപ്പിയും ഇല്ലാതെ വളരുക. ഓൾക്ക് ആകെയുള്ളൊരു സന്തോഷം ഒരു വല്യമുണ്ട് എന്നുള്ളതാണ്. ഒരു വീഡിയോയിൽ കണ്ടത് ഒറിജിനൽ വീഡിയോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടി ഇങ്ങനെ സ്കൂളിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നല്ലൊരു വീടും ഇന്റർലോക്ക് കിട്ടും, നല്ല വീടിന്റെ സൈഡിൽ സ്കൂൾ ബസ് ഇങ്ങനെ വന്നപ്പോ കുട്ടി ഇങ്ങനെ ഓടി വരും. അന്ന് വിരുന്നേരാരോ വന്നിട്ടുണ്ട്.
അപ്പൊ ഉമ്മ എന്തുണ്ട്, ഉമ്മ സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഉമ്മ കുട്ടിനെ വാരിയിരിക്കാൻ വേണ്ടി ഉമ്മന്റെ നേരെ ഇങ്ങനെ വരികയാണ് കുട്ടി. ഉമ്മ കുട്ടിനെ വാരിയിരിക്കാൻ വേണ്ടി വിരുന്നേരക്കള്ളയല്ല, ഉമ്മ ഇങ്ങനെയാണ് കുനിഞ്ഞിട്ട് ഇരിക്കാൻ നിൽക്കുമ്പോൾ കുട്ടി സൈഡിൽ കൂടെ പോയിട്ട് അടുത്ത് ബംഗാളി പിന്നെ ഈ ഫിലിപ്പീനി ആയിട്ടുള്ളൊരു ഒരു ആയുണ്ട്. ആയാണ് കുട്ടിയുടെ എല്ലാം. അഥവാ സെർവന്റിനെ കെട്ടിപ്പിടിക്കാനാ കുട്ടി പോണത്. ഉമ്മാനായിട്ടൊരു ബന്ധുവില്ല എന്നർത്ഥം. അമ്മിഞ്ഞ പോലും കുടിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഈ കുട്ടികൾ നമ്മളെ വൃദ്ധസദനത്തിലാക്കുന്നതിന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ കൊടുത്തു വളർത്തിയ മക്കളാണ് ഇപ്പൊ നമ്മളെ വൃദ്ധസദനത്തിലാക്കുന്നത്. ഈ തലമുറ വരാനിരിക്കണേ ഉള്ളൂ. ഈ തലമുറ വരാനിരിക്കണേ ഉള്ളൂ. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ചിത്രത്തിലേ ഇല്ല സഹോദരന്മാരെ, അല്ലേ? ഇപ്പോഴേ അങ്ങനെ ഇല്ല. പഠിച്ചു പലരും, പല ആളുകളും, എനിക്കൊക്കെ അറിയാം എത്രയോ ആളുകൾ നല്ല ഹൈ എഡ്യൂക്കേഷൻ, ഭാര്യയും ഭർത്താവും പഠിച്ചാണ്ട് ജോലിയൊക്കെ റെഡി, സർട്ടിഫിക്കറ്റുകളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ ഓരോ കുട്ടികളും ഓരോ സേഫായി. ഇവിടെ വലിയൊരു വീട്ടിൽ വാപ്പിയും 4 ചുവരുകൾക്കുള്ളിൽ ഒരു മീൻ വാങ്ങിക്കൊടുന്നു കൊടുക്കാൻ, ഒരു പച്ചക്കറി വാങ്ങിക്കൊടുന്നു കൊടുക്കാൻ ഇവരാരാ? ഇവര് വലിയ പ്രൊഫസർമാരൊക്കെയാണ്. സ്വന്തം കാര്യം നോക്കാൻ, ഒരു പേരക്കുട്ടിനെ നോക്കാൻ പോലുള്ള അവസരം നിഷേധിക്കപ്പെട്ട മാതാപിതാക്കളായി പോലെ നമ്മൾ. ഏത് വിഭാഗം? മറ്റുള്ളത് ചർച്ചല്ല ഇവിടെ. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ റബ്ബ് ഇതാ വിധിച്ചിരിക്കുന്നു, നിന്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ നീ പൂർത്തിയാക്കണേ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. വൃദ്ധരായ അവസ്ഥയിൽ നിന്റെ അടുക്കൽ വന്നാൽ ഒരു എന്നുള്ള വാക്ക് പോലും പറയല്ലേ. അവരെ കൂട്ടിപ്പിടിക്കണേ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ. റബ്ബിർഹമുഹുമാ കമാ റബ്ബയാനി സഗീറാ. പോരാ, തീർന്നിട്ടില്ല നിന്റെ ഉത്തരവാദിത്വം. അവർക്ക് വേണ്ടി സദാ സമയവും പടച്ച റബ്ബേ നീ അവർക്ക് കരുണ കൊടുക്കണമേ, കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് പഠിപ്പിക്കപ്പെട്ട ഖൈറു ഉമ്മത്തിലെ ആ ആളുകളുടെ ആണിന്റെ പെണ്ണിന്റെ അവസ്ഥയാണ് ഞാൻ പറയണത്. ഇപ്പൊ എന്നോട് ലിസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞ ഞാൻ 10 ആളെ ലിസ്റ്റ് ചെയ്ത് തരും. ഒക്കെ UK-ലും അമേരിക്കയിലും അവിടെയും ഇവിടെയും മറ്റിടത്തും മറിച്ചിടത്ത ജർമ്മനിയിലും അവിടെ സെറ്റിലാണ്. കുറെ യൂട്യൂബർമാരുണ്ട് അവിടെ സെറ്റിലാണെന്ന് മഹത്തങ്ങനെ പറയാണ്. പറയുമ്പോ വിചാരിക്കും വലിയ ജോലിയാണെന്ന്. അവിടെ ഏതെങ്കിലും പോയി വലിയ പിന്നെ വാപ്പിയും ഉമ്മയും അവിടെ ഏതെങ്കിലും പോയി വയസ്സത്തിയാളും വയസ്സന്മാരും നോക്കലായിരിക്കും ചിലർക്ക് പണി. സ്വന്തം വാപ്പാനിയും ഉമ്മാനും ഇവിടെ ഇട്ടിട്ട് അവിടെ ഹോം നൈസായിട്ട് നിൽക്കുകയാണ്. എത്ര ആൾക്കാരുണ്ട് അവിടെ? ആരാനെ നോക്കാണ്? അവരുടെ കാഷ്ടം മൂത്രം വൃത്തിയൊക്കെയാണ്. സ്വന്തം വാപ്പിയും ഇവിടെ ഉണ്ട്, മാന്യമായ ജോലി നാട്ടിൽ നിൽക്കാനുള്ള കപ്പാസിറ്റിയും കാലിബറും ഒക്കെ ഉണ്ട്. പക്ഷെ അത് വേണ്ട, ആർക്കോ വേണ്ടി ജീവിക്കുക സഹോദരന്മാരെ. ഇതെന്താണെന്നറിയോ? മതം പുച്ഛമാണ്. മതം 2ാം നമ്പറാണ്. മതത്തെ സീരിയസ് ആയി കണ്ടിട്ടില്ല. മതം എപ്പോ സീരിയസ് ആവുന്നറിയോ? മതം സീരിയസ് ആവുന്ന എന്റെ സഹോദരിമാരെ, മതം സീരിയസ് ആവുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ സക്കറാത്ത് വരുന്ന സമയത്ത്, സക്കറാത്ത് വരുന്ന സമയത്ത് ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. പടച്ചോനെ എനിക്ക് കുറച്ച് സമയം കൊണ്ടാ. പടച്ചോനെ, കോടാനുകോടി ആളുകൾ പറഞ്ഞ വിലാപമാണിത്. എന്താ? കുറച്ച് സമയം കൊണ്ട് റബ്ബേ ഞാൻ ചെയ്തോളാം, ഞാൻ കൊടുത്തോളാം, ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ സ്വാലിഹായിക്കോളാം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമെത്തിയ മരണമണി മുഴങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എത്ര വീഡിയോകൾ നമ്മൾ കണ്ടാണ് അല്ലേ? റൂഹിനെങ്ങനെ ചുറ്റി നോക്കാണ്, ആ പോക്കാണ്ട് പോവാണ് അല്ലേ? റൂഹിനെങ്ങനെ നോക്കാണ്, അങ്ങനെ കറങ്ങണ് കിടന്നിട്ട്. റസൂലുള്ള പറഞ്ഞു റൂഹിനെ പിന്തുടരും കണ്ണ്. ഭീകരമായ മരണങ്ങൾ ആർക്കും നീട്ടിക്കൊടുത്തിക്കണോ? ഒരാൾക്കും നീട്ടിക്കൊടുത്തിട്ടില്ല. ഒരാൾക്ക് നീട്ടിക്കൊടുത്തിട്ടില്ല സമയം. അപ്പ മതത്തെ സീരിയസ് ആയി കാണും. അപ്പ കണ്ടിട്ട് കാര്യമില്ല. അപ്പ കണ്ടിട്ട് കാര്യമില്ല. എപ്പ കാണണം? ഇപ്പൊ കാണണം. ഖബറിലെത്തിയ മനുഷ്യന് മതം സീരിയസ് ആയിരിക്കും. അപ്പൊ കണ്ടിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മുഅ്മിനത്തായ പെണ്ണ് മാന്യമായ ജോലിക്ക് പോണതിന് പ്രശ്നമില്ല. ഭർത്താവിനെ സഹായിക്കാൻ പോയിക്കോട്ടെ. ഭർത്താവ് വലിയ സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളല്ല. മക്കളോ, ആ മക്കളെ പോറ്റാൻ ഭർത്താവിന്റെ ഇന്റും കൂടി ആവുമ്പോ അങ്ങനെ ഉണ്ട്. ഇന്ന് കല്യാണം വേണ്ട. എന്താ കല്യാണം വേണ്ടാത്തത്? കല്യാണം പഠിക്കട്ടെ, ശരി, പഠനം കഴിഞ്ഞിട്ടോ, പഠനം കഴിഞ്ഞിട്ട് ജോലി ഇട്ടിട്ടെ. നമ്മോടൊക്കെ വേദന പറയുന്ന, ഇപ്പോൾ ഇത് പറയും, എന്റെ മനസ്സിലുണ്ട്, എന്റെ കണ്ണിലുണ്ടായ രക്ഷിതാക്കള്, നല്ല ദീനുള്ള രക്ഷിതാക്കൾ. ജോലി കിട്ടിയപ്പോ ഒന്ന് മോളെ കല്യാണം നോക്കിയല്ലേ പറഞ്ഞു. അല്ല, ഗവൺമെന്റ് ജോലി കിട്ടട്ടെ. അപ്പൊ ഇത് അസുഖം വേറെയാണ്.
അസുഖം വേറെയാണ്. കാരണം എന്ത്? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭർത്താവ്, കുറച്ച് കഴിഞ്ഞാൽ മക്കള്, ഭർത്താവിന്റെ വീട്, അമ്മായിമ്മ റിസ്കിന് തയ്യാറല്ല. മറ്റേത് പാറി നടക്കുക. ഞാൻ സാധാരണ പറഞ്ഞ എന്താ അറിയോ, ഞാൻ കുറച്ച് കടുപ്പത്തിൽ അതൊക്കെ പറയില്ലേ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരാളുടെ മാന്യമായ ഭാര്യയാകാൻ കഴിയില്ല. എല്ലാരും ഭാര്യയാകാൻ പറ്റും. തൻ്റെ ഓഫീസിലുള്ള, തൻ്റെ സ്ഥാപനത്തിലുള്ള എല്ലാവരും ഭാര്യയാണ്. എല്ലാവരും ഒപ്പം കൊടുത്ത്, എല്ലാവർക്കും കിഞ്ചന വർത്തമാനങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും രസട്ട് കൊടുത്ത്, ഒരാളെ കൂടെ പിന്നെ സ്ഥാപനത്തേക്ക് വരും, ഒരാളെ കൂടെ സ്ഥാപനത്തേക്ക് പോകും, ഐസ്ക്രീം പാർലറിൽ വേറെ സ്ഥലത്ത് ഒരാളുടെ കൂടെ ഉണ്ടാവും, സിനിമാ ഹാളിൽ വേറെ ആരെ കൂടെ ഉണ്ടാവും. എല്ലാവരും ഭർത്താവായി ഇങ്ങനെ ജീവിക്കാൻ നല്ല രസമാണ്. നിയമങ്ങളില്ല, വിധികളില്ല. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, പറവകളെ പോലെ ഇങ്ങനെ പാറി നടക്കാണ് അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പൊ കല്യാണം വലിയ ഇടങ്ങാറാണ് അല്ലേ? റസൂലുള്ള വിശുദ്ധ ഖുർആൻ പറയാണ്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജുൽ ജാഹിലിയത്തിൽ ഊലാ. ഒരു മുഅ്മിനായ പെണ്ണിനോട് പറഞ്ഞതാ, പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടി നിൽക്കണം. പെണ്ണിന് വീടകമാണ് വേണ്ടത്. ജാഹിലിയ പെണ്ണുങ്ങൾ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നൊരു നടത്തമുണ്ടായിരുന്നു. ആ നടത്തം നിങ്ങൾ നടക്കാൻ പാടില്ല, ഹറാമാണ് അല്ലേ? ഇന്ന് ജാഹിലിയ പെണ്ണ് നടന്നതിനേക്കാൾ അപകടമായ രീതിയിലാണ് പോകുന്നത്. അർദ്ധനഗ്നധാരികളായിക്കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന റസൂലുള്ള പറഞ്ഞു, കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ. വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളാണ്. ഒരു പെണ്ണ് ഉടുത്തഴിച്ചിട്ട് പോയാൽ ആരും നോക്കൂല, വൃത്തികേട്. എന്നാലോ ആളുകൾ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രം. എന്തേ ഓള് പാവപ്പെട്ട വീട്ടിൽ നിന്നായതുകൊണ്ടാണ് ഓളെ ശരീരം അറിയാത്തത്? അല്ല, എടുത്തിട്ടുള്ളത്, അവൾ ധരിച്ചിട്ടുള്ളത് 10,000-ന്റെയും 15,000-ന്റെയും ചുരിദാറാ, എന്നിട്ടും ശരീരം മറന്നിട്ടില്ല. പക്ഷേ സഹോദരി മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള, നമ്മൾ സാധാരണ ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും വലിയ ടെക്സിലാ പോവുക. അവിടെ തെരഞ്ഞു 2-3 മണിക്കൂർ തെരഞ്ഞിട്ടും ഫാഷൻ ഒത്തിട്ടില്ല, വേറെ സ്ഥലത്തേക്ക് പോകും. അത് റമദാനാണെങ്കിലും അവസാനത്തെ 10ആണെങ്കിലും 3, 4, 2, 1 ഒക്കെ എല്ലായിടത്തും തെരഞ്ഞ് മണിക്കൂറുകളെയും തെരഞ്ഞിട്ട്, എന്നിട്ട് 15,000-ന്റെയും 5,000-ന്റെ ഒക്കെ ചുരിദാർ എടുത്ത് വന്നിട്ടും മേനി മറഞ്ഞിട്ടില്ല. പക്ഷേ കേവലം 500-600 ഉറുപ്പ്യ ഒരു കട മാത്രം ഇട്ട് ഒറ്റ റൂമിൽ നടക്കുന്ന ചെറിയ പെട്ടിക്കട പോലെയുള്ള ടെക്സ്റ്റൈൽസ് ഉണ്ടാവും. അവിടെ ഉണ്ടാവും ഒരു തുണി, അതിന്റെ പേര് കഫം തുണി എന്നാണ്. എത്ര കൊടുക്കണം? 1,000 ഉറുപ്പ്യന്റെ താഴെ. അത് ആ തുണി എടുത്തിട്ട് 3 മുറിക്കും. എന്നിട്ട് ഒന്നുകൊണ്ട് പൊതിഞ്ഞാൽ തന്നെ എല്ലാം മറയും. പിന്നെ ഒന്നുകൂടി പൊതിയും. അതിൻ്റെ ഉള്ളിൽ നിസ്കാര ഉപ്പായ വേറെ ഉണ്ടാവും. ചെറിയ പൈസ കൊണ്ട് മറഞ്ഞു പോകുന്ന ഒരു പോക്ക് പോകാണ്ട്. ചെറിയ പൈസ കൊണ്ട് പിന്നെ എല്ലാം മറയുന്ന ഒരു പോക്ക് പോകാനുണ്ട്. അത് നമ്മളെ ഓർമ്മയുണ്ടായാൽ മതി. മനസ്സിലായില്ലേ? ഈ പോക്ക് എല്ലാവരും പോകാനുള്ളതാണ്. എല്ലാരും പോകാനുള്ള സഹോദരന്മാരെ ഖബറിൽ എല്ലാവർക്കും കിടക്കാനുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅഖിംനസ് സ്വലാത വആതീനസ് സകാ. പെണ്ണുങ്ങളെ നിങ്ങൾ നമസ്കാരം കൃത്യമാക്കണേ, സകാത്ത് കൊടുക്കണേ. വഅതഅനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അഥവാ ദീൻ അനുസരിക്കണേ. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. അല്ലാഹ് എന്താണ് നിങ്ങളിൽ നിന്നും ഉദ്ദേശിക്കുന്നത്? വൃത്തികേടിന്റെ മാറാപ്പ് നിങ്ങൾ പേറാനല്ല, വൃത്തികെട്ട ജീവിതം നയിക്കാനല്ല, നിങ്ങളെ ഫിൽട്ടർ ചെയ്യാനാണ്, നിങ്ങളുടെ പോരായ്മകൾ ഇല്ലാതാക്കാനാണ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനാണ്, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മ്ലേച്ഛതകൾ ഇല്ലാതാക്കാനാണ്. ഏറ്റവും നല്ല മുത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന, ആ ചിപ്പിക്കുള്ളിൽ കിടക്കുന്ന, അതേ ആവരണത്തിനുള്ളിൽ കിടക്കുന്ന മുത്തിനെ പോലെയുള്ള മരതകം പോലെയായിരിക്കണം ഇസ്ലാമിലെ പെണ്ണ്. മറ്റുള്ളവർക്ക് കാണാനല്ല, ആസ്വദിക്കാനല്ല. എന്റെ ശരീരം എന്റെ ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാണ്. എന്റെ ശരീരം എന്റെ ഭർത്താവിന് കാമിക്കാനുള്ളതാണ്. റോട്ടിലൂടെ നടക്കുമ്പോ കഴുകൻ കണ്ണുകളുമായി കൊണ്ട് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡുകളിലും നടക്കുന്ന കഴുകന്മാരായ ആളുകൾക്ക് കൊത്തിവലിക്കാനുള്ളതല്ല. എന്റെ ശരീരം എന്റെ ഭർത്താവിനുള്ളതാണ്. അതേ നല്ല നിലക്ക് മാറ്റി ഒരുങ്ങി ബെഡ്റൂമിലേക്ക് പോകേണ്ട പെണ്ണ് ബെഡ്റൂമിലേക്ക് മോശപ്പെട്ട അവസ്ഥയിൽ പോകുകയും എന്നിട്ട് ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാത്ത പെണ്ണ്, ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാത്ത ഭർത്താക്കന്മാർ എന്ന നാട്ടിലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ നന്നായി സന്തോഷിപ്പിക്കുന്ന ആണുങ്ങളെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസ്ഥ.
ഇത് ഞാൻ പെണ്ണുങ്ങൾ ഊന്നി പറയാൻ കാരണം ഞാൻ പെൺവിരോധിയല്ല സഹോദരന്മാര് അല്ല, പെൺവിരോധി ആയതുകൊണ്ടല്ല. ഇത് നമ്മൾ ഖുത്ബയിലൊക്കെ ഇങ്ങോട്ടൊക്കെ എപ്പോഴും പറയുന്നതാണ്. സ്ത്രീകളൊക്കെ കിട്ടുമ്പോൾ ഇത് പറയുന്നത് മാത്രം. പിന്നെ നമ്മളെ വിഷയം അങ്ങനത്തെ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാല് ജോലിക്ക് പോകുക എന്നുള്ളത് ചിലർ സൂത്രമായി കാണുന്ന ആളുകൾ. ഉത്തരവാദിത്വം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണ്ട, ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യണ്ട. പിന്നെ ജോലി സ്ഥലത്തല്ല വൈബാണ്, കൂട്ടുകാരന്മാരെ ടൂർ പോകുന്നു. അതേപോലെ തന്നെ കൂട്ടുകാരികളുണ്ട്, ആണും പെണ്ണും നല്ല രസമായിട്ട് വൈബ്. അതൊന്നും വീട്ടിൽ കിട്ടൂല. വീട്ടിൽ ഈ വയസ്സായ തന്തിയും തള്ളിയുള്ളത് നമ്മളെ വാശി പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിങ്ങനെ കളറാക്കി വൈബാക്കി രസകരമായി ഇങ്ങനെ ജീവിച്ചു പോകാൻ ചില ആള് ആഗ്രഹിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. എല്ലാരും പറയുന്നത് മാന്യമായി ജോലിക്ക് പോകുന്ന ഒരുപാട് പെണ്ണുങ്ങളെ നമുക്കറിയാം. എന്തിനാ ജോലിക്ക് പോകുന്നത്? ചില പെണ്ണുങ്ങൾ എന്തിനാ ജോലിക്ക് പോകുന്നു? സ്വന്തം കാലിൽ നിൽക്കാൻ. അതാണ് മറുപടി. ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഏതെങ്കിലും ഭർത്താക്കന്മാരോട് വെച്ച് നോക്കി, നിങ്ങൾ എന്തിനാ പിന്നെ ജോലിക്കോണ്? സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓല ഉദ്ദേശിച്ച് ഓല കുടുംബത്തെ സ്വന്തം കാലിൽ നിർത്താനെന്നായിരിക്കും ഭർത്താക്കന്മാർ മനസ്സിലാക്കുക. ഭർത്താക്കന്മാർ അങ്ങനെ പറയുള്ളൂ. നിങ്ങളോട് ഒരാൾ ജോലിക്ക് പോകുന്നത് നിങ്ങളോടൊക്കെ ചോദിച്ചാൽ എന്തിനാ ജോലിക്ക് പോകണം? കുടുംബം പോറ്റാനും. എന്നാൽ പല പെണ്ണുങ്ങളോടും എന്തിനാ ഈ ജോലിക്ക് പോകണം? ഭർത്താവിനുണ്ടല്ലോ, ഭാര്യക്കുണ്ടല്ലോ, എന്തിനാ എനിക്ക് ജോലി? സ്വന്തം കാലിൽ നിൽക്കാൻ. എന്താ സ്വന്തം കാലിൽ നിൽക്കാൻ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഭർത്താവിനെ സഹായിക്കാൻ എന്ന് പറഞ്ഞ രസമുണ്ട്. ഭർത്താവിനെ സഹായിക്കാൻ രസമുണ്ട്. എന്റെ വാപ്പി, എന്റെ ഭർത്താവിന് അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ട്, എന്നാൽ എന്റെ വാപ്പി ഇമ്മയൊക്കെ വലിയ പ്രയാസത്തിൽ ഓൽക്ക് എന്തേ കൊണ്ടു കൊടുക്കാനാണ്, അത് രസമുണ്ട്. ഇതല്ല, ഇത് സ്വന്തം കാലിൽ നിൽക്കാൻ, ഇൻഡിപെൻഡന്റ് ആകാൻ. എന്തിനാ ഇൻഡിപെൻഡന്റ് ആകണേ? ഭർത്താവിനെ വരച്ച വരയിൽ നിർത്താൻ. ഒരു കാര്യം മൂപ്പരോട് പറയാൻ എനിക്ക് സൗകര്യമില്ല, അപ്പൊ പിന്നെ മൂപ്പര് നെട്ടി ഇവള് അത്ര പിന്നെ നിസാറാക്കാൻ പറ്റും. ഇവൾക്ക് ജോലിയുണ്ട്, ഇവള് ഓളായിട്ടാണ് പോയിട്ടുണ്ട്, ഓരോ ജോലി സെറ്റപ്പായിട്ട് ജീവിക്കും. അപ്പൊ ഓൾക്ക് എന്താ? ഭർത്താവിനെ വരച്ച വരയിൽ നിർത്താൻ, അമ്മായിമ്മയെ വരച്ച വരയിൽ നിർത്താൻ. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്ന, കാരണം എനിക്ക് 10 ശമ്പളം ഉണ്ട്. ഏതെങ്കിലും ആണുങ്ങൾ അങ്ങനെ പറഞ്ഞേക്കലുണ്ടോ? എന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്താനാണ്, എന്റെ വാപ്പാനെ വരച്ച വരയിൽ നിർത്താനാണെന്ന്. അപ്പൊ ഇത് അസുഖം വേറെയാണ്. ഇത് മുസ്ലിം കുടുംബത്തിൽ നിന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ല സഹോദരന്മാർ. ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ദീന് കൊടുക്കുക എന്നുള്ളതാണ്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഉപദേശിച്ചു. എന്താ പറഞ്ഞത്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഅല്ലാഹ്. മോനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിപ്പിച്ചു കൊടുക്കുന്നു. മോനെ, നീ ഒരു പ്രവർത്തനം ചെയ്തൊരു തെറ്റ് ചെയ്തിട്ട് ഒരു അണുമണി തൂക്കം നിസ്സാരമായ ഒരു പ്രവർത്തനം അത് ആകാശങ്ങളിലോ ഭൂമിയിലോ മലമടക്കുള്ളിലോ പാറക്കുള്ളിലോ കൊണ്ടുവന്ന് വെച്ചാലും ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും കേട്ടോ. അത് കൊണ്ടുവരും കേട്ടോ. അള്ളാഹുവിന്റെ അടുക്കൽ അത് ഉണ്ടാകും കേട്ടോ. ആര് അണുമണി തൂക്കം നന്മ ചെയ്തോ അത് കാണും, തിന്മ ചെയ്തോ അതും കാണും കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ നാം അടുത്തവനാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും എഴുതി വെക്കാതെ, അവർ കേൾക്കാതെ ഒന്നും ഉച്ചരിക്കാൻ സാധിക്കുന്ന പ്രശ്നമില്ല, ചെയ്യാൻ സാധിക്കുന്ന പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാർക്ക് ആയത്തോതി കൊടുത്തപ്പോ, അള്ളാനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോ, അതേപോലെ തന്നെ പരലോക ബോധമുണ്ടാക്കിയപ്പോ, അള്ളാന്റെ റസൂലേ ഞങ്ങൾ കള്ളൊഴിവാക്കാൻ തയ്യാറാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കാൻ തയ്യാറാണ്. കള്ളുകൂടി ജീവിതത്തിന്റെ അജണ്ടയിലായിരുന്ന ആളുകള് വ്യഭിചാരമില്ലാതെ ഒരു മൈക്രോ സെക്കൻഡിൽ ഒരു ദിവസം ഒരു 24 മണിക്കൂർ നീക്കാൻ പറ്റാത്ത ആളുകൾ ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ കള്ളൊഴിവാക്കിയിരിക്കുന്ന പ്രവാചകരെ. കുടിച്ച കള്ള് വായയിൽ കൈയിട്ട് ഛർദിച്ചുകൊണ്ട് ഇൻതഹൈനാ, ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. ഞങ്ങൾ റബ്ബിന് ഇഷ്ടമില്ലെങ്കിൽ, ഞങ്ങളുടെ പ്രവാചകന് ഇഷ്ടമില്ലെങ്കിൽ, ഞങ്ങളുടെ പരലോകത്തെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബം തകരുമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ട പ്രവാചകരെ എന്ന് പറയാൻ മക്കയിലെ ആളുകൾ, കള്ള് ജീവിതത്തിന്റെ ഭാഗമാക്കിയ ആളുകൾ, അവർക്ക് സാധിച്ചത് അള്ളാനെ മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ, പരലോകം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ. ചികിത്സ പ്രിയപ്പെട്ടവരെ അള്ളാനെ പഠിപ്പിക്കലാണ്, പരലോകം പഠിപ്പിച്ചു കൊടുക്കലാണ്. ഈ ചികിത്സകൾ കൊടുത്തോ, ഇത് കൊടുക്കാൻ നമുക്ക് സമയമില്ല. കുട്ടികള്, ഞാൻ പറഞ്ഞല്ലോ 2ാം ക്ലാസ്സും തുടങ്ങും, അത് 2ാം വയസ്സിൽ തുടങ്ങുകയാണ്. ഇന്ന് 2ാം വയസ്സിൽ 2.5 വയസ്സാവുമ്പോ LKG അല്ലെങ്കിൽ അതിന്റെ താഴെ എന്തെങ്കിലും KG ഉണ്ടോ അവിടെ ചേർത്താണ്. 10ഉം 20ഉം കൊല്ലം പഠിക്കുക. എന്താ ഈ പഠിക്കണത്? ഈ ദുനിയാവ പഠിക്കണത്? വേണ്ട നമ്മൾ പറയില്ല, നമ്മളൊക്കെ പഠിച്ചോലാ.
ഈ ദുനിയാവ പഠിക്കണത്. എന്നിട്ട് അതിന്റെ പ്രശ്നങ്ങളും മാതാപിതാക്കളെ വേണ്ട, സമൂഹത്തെ വേണ്ട, ഒരു പ്രതിബദ്ധതയും ഇല്ല, തോന്നിയവായി നടക്കുക. ആർക്കും വേണ്ട, എല്ലാവർക്കും ഭാരം. അല്ലേ? ഈ കോലത്തിൽ പോകുകയാണ് സഹോദരന്മാരെ. ഇതൊരു വശം. രണ്ടാമത്തെ വശം എന്താ? സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു തുള്ളാണ് വ്ളോഗർമാരായിട്ടും. എന്താണ്? കപ്പിൾസ് വ്ളോഗ്. സ്വന്തം ഭാര്യയെയും മക്കളെയും സ്വന്തം ഉമ്മയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാണ്. എന്നിട്ട് പൈസ ഉണ്ടാക്കണം. തെണ്ടി ജീവിക്കല്ലേ കുറച്ചുകൂടി നല്ലത്? തെണ്ടി ജീവിക്കാം, അത് ഹറാമായ കാര്യമാണ്. എന്നാ അതിനേക്കാൾ നല്ല ഇത് സ്വന്തം ഭാര്യന്റെ കിഞ്ചന വർത്തമാനവും ഓളെ മേനിയായകും ഇതുവരെ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ വരാത്ത പാവപ്പെട്ട ഉമ്മാനെ, 50 വയസ്സായ 55 വയസ്സായ 60 വയസ്സായ ഉമ്മമാരെയും മൂത്തന്മാരെയും ഓലൊക്കെ ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ ഒരു ദിവസം, ഓന്റെ ബെഡ്റൂം, ഓന്റെ കക്കൂസ്. എന്തൊരു ആഭാസമാണ് സഹോദരന്മാരെ, വൃത്തികേട്. ഞാൻ മാപ്പിളമാര് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, ബാക്കിയുള്ള നമുക്ക് ചർച്ചയല്ല. ഹൈറൂമത്തിനെ കുറിച്ചാണ് പറയണത്. ഒരു പരിധി തന്നെ 5 യൂട്യൂബ് ചാനൽ. കാരണം എന്താ? 5 മക്കളുടെ അവിടെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ. എന്താ എടുക്കുന്നത്? എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയതുണ്ടോ? എന്തെങ്കിലും ഒന്ന് ഇൻഫർമേറ്റീവ് ആയതുണ്ടോ? ഒരു പെണ്ണ് സഹോദരിമാരെ ഒരു ആണിനോട് സംസാരിക്കുമ്പോ, അന്യ പുരുഷനോട് സംസാരിക്കുമ്പോൾ ഇസ്ലാമിലെ നിയമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, യാ നിസാ അൻ-നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ തഖൈതുന്ന ഫലാ തഖ്ലൈന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അന്യ പുരുഷന്മാരോട് സംസാരിക്കുന്ന സമയത്ത് തന്മയത്വത്തോടു കൂടി കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. കാരണം ആണിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആണിന്റെ പ്രകൃതി അള്ളാഹ്ക്കാണ് അറിയുന്നത്. ആണിനൊരു പെണ്ണിനെ കണ്ടാൽ മതി, അവളുടെ സംസാരം കേട്ടാൽ മതി വികാരമുണ്ടാകാൻ. അത് ആണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പുരുഷ വിരോധിയായത് സ്ത്രീ വിരോധി ആയതുകൊണ്ടല്ല, ഞാൻ പുരുഷ വിരോധിയുമല്ല സ്ത്രീ വിരോധിയുമല്ല. ഇത് ആര് പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞാണ്. അത് വിശ്വാസമില്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന കാര്യമാണ്. ഹ്യൂമൻ ബോഡി പഠിച്ച ശാസ്ത്രം പറയുന്ന കാര്യമാണ്. ഒരു പെണ്ണ് നല്ല റൂട്ടിലല്ല സംസാരിക്കുന്നു. എപ്പോ ഓളെ റൂട്ട് തെറ്റിയോ നിങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയാം. അപ്പൊ നമുക്ക് കിട്ടും. ഒരു ചാറ്റിംഗ് നടത്താൻ നിങ്ങളുടെ ഒരു ഐക്കൺ അന്തുള്ള ഒരാണിന് കിട്ടും. ആ ഐക്കൺ ആവശ്യമുള്ളതാണ്, ആവശ്യമില്ലാത്തത്. നമ്മളൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കലുണ്ട്. നിങ്ങളുടെ അന്യ പെണ്ണ് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാൽ നിങ്ങൾ പറഞ്ഞെടുത്ത് ജസാക്കല്ല എന്ന് പറഞ്ഞ ഒയ്യാക്കും എന്നുള്ള സ്റ്റിക്കർ പോലും ഇടണ്ട, മനസ്സ് ഒയ്യാക്കും എന്ന് പറഞ്ഞാൽ മതി. ഒരു ചാറ്റിങ് കുറക്കാൻ പറ്റിയെങ്കിൽ അത് കുറച്ചോളി. കാരണം ആണും പെണ്ണുണ്ടോ അവിടെ മൂന്നാമത് ശൈത്താനുണ്ടാവും. ഇതാര് പറഞ്ഞതാ? റസൂലുള്ളാഹി പറഞ്ഞാണ്. ഇന്ന് ഒറ്റക്കാകാൻ ഒരു പെണ്ണുമാണ് റൂമിലിരിക്കേണ്ട, ഒരു പെണ്ണുമാണ് ഒരു റൂമിലിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഒറ്റക്കാകാൻ തന്റെ മൊബൈൽ മതി, ആരും അറിയില്ല. അവിടെ ശൈത്താൻ വരും, അവിടെ സംസാരത്തിന്റെ ടൂണ് മാറും. അതുകൊണ്ട് തന്നെ ആണിന്റെ വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ പെണ്ണ് സംസാരിക്കാൻ പാടില്ല. മാന്യമായി മുഖത്തോക്കി കാര്യം പറയാ, സ്ഥലം കാലിയാക്കണം. ഇത് ഖുർആന്റെ നിർദ്ദേശം. ഇത് പാലിക്കപ്പെടണ്ടോ? ക്ലാസ് റൂമിൽ അധ്യാപകന്മാരോട്, കൂട്ടുകാരന്മാരോട്, താൻ പഠിപ്പിക്കുന്നിടത്ത്, തന്റെ ഓഫീസിൽ ആരോട് എങ്ങനെ എന്ത് രസമുള്ള സംസാരങ്ങളാണ്. ഇവരൊക്കെ യൂട്യൂബ് ചാനൽ നടത്തുകയാണ്. വളരെ മേക്കപ്പെട്ട് വന്ന് പൊട്ടിയടിച്ച്, അതേപോലെ തന്നെ പിന്നെ ഈ ലിപ്സ്റ്റിക് ഇട്ട് ഐലൈനറൊക്കെ ഇട്ട് 500-1000 രൂപേന്റെ ഒക്കെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് ഇതിന് മാറ്റി ഒരുങ്ങി നാട്ടേരെ മുമ്പിൽ ഒരുങ്ങിപ്പോണ മാപ്പിള പെണ്ണുങ്ങളുടെ അവസ്ഥ ഞാൻ പറയണം. ആർക്കെങ്കിലും വേദനിക്കണം, ഞാൻ ദയവേദി നിങ്ങൾ ക്ഷമ ചോദിക്കണം. ഇതല്ല യാഥാർത്ഥ്യം. എന്തുകൊണ്ട് സംഭവിച്ചു സഹോദരന്മാരെ, സഹോദരികളെ? അള്ളാഹുവിന്റെ ദീന് നിസ്സാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണും ആണും ഒറ്റക്കായാൽ മൂന്നാമത് അവിടെ ശൈത്താനുണ്ട്. ഒരു സംശയം വേണ്ട. ഒറ്റക്കാകാന്ന് പറ, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒറ്റക്കാകാം. അതാണ് സ്വന്തം ഭർത്താക്കന്മാര് പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും ഇട്ടെറിഞ്ഞ് വേറുള്ള ഒരുത്തിന്റെ കൂടെ പോവുകയാണ്. വേറുള്ള ഒരുത്തിന്റെ കൂടെ പോവുകയാണ്. സ്വന്തം പെരിയിലുള്ള പെണ്ണ് ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിന്റെ കൂടെ പോവുകയാണ്. വൃത്തികേടും കാണിച്ചാണ്ട്. ഇതാണ് അവസ്ഥ.
സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഇട്ടെറിഞ്ഞിട്ട് നമ്മള് പല വീഡിയോകളും നമ്മൾ കണ്ടു. അഥവാ 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടി ഉമ്മാന്റെ അന്യ പുരുഷനായിട്ട് ബന്ധം സ്ഥാപിച്ച് കോടതിയിൽ നിന്ന് ഇവർ രണ്ടാളും ഒപ്പം ജീവിച്ചോട്ടെ, ഭർത്താവിനെയും പിഞ്ചോമനെ പൈതലിനെ ഒഴിവാക്കി ഇവള് പോവുക. ഈ സമയത്ത് ഈ ചെറിയ കുട്ടി ഉമ്മാന്റെ ചുരിദാറിന്റെ പിന്നെ കര പിടിക്കാണ്, കൈ തട്ടി മാറ്റി പോകാണ്. കാരണം എന്താ പറയുക, പ്രേമം അതിന് കണ്ണുമൂക്കില്ല, ശൈത്താനീയത്താണ്. സ്വന്തം ഗർഭാശയത്തിൽ നിന്നും വന്ന അമ്മിഞ്ഞയൂട്ടിയ മുലപ്പാലിയൂട്ടിയ കുഞ്ഞിനെ തട്ടിമാറ്റി ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യൂല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ പ്രേമത്തിന് കണ്ണുമൂക്കില്ല. ആരുടെ കൂടെയും പോവും, ഏത് മതക്കാരന്റെ കൂടെയും പോവും, എവിടേക്കും പോവാണ്. അവനെ എന്നാ കണ്ടേ, ഇന്നലെ കണ്ടവനാ. 10ഉം 15ഉം 18ഉം 20ഉം 22ഉം വയസ്സുവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോട് കോടതി ചോദിക്കണം ആരെ കൂടെ പോണം മോളെ എന്ന് ചോദിക്കുമ്പോ ഇന്നലെ കണ്ട ഈ ബംഗാളിന്റെ കൂടെ പോകാൻ ഇവള് തയ്യാറാണ്. മതമില്ലാത്തവന്റെ കൂടെ, കഞ്ചാവടിക്കുന്നവന്റെ കൂടെ, MDMA ഉപയോഗിക്കണമെന്ന് അവൾക്ക് അറിയാം, കള്ള് കുടിക്കുന്നവനാണെന്ന് അവനക്കറിയാം, ഓൾ ഇസ്ലാം അല്ല എന്നറിയാം, പോകാൻ തയ്യാറാണ് ഇന്നലെ കണ്ടവന്റെ കൂടെ. ഇതാണ് പ്രേമം അല്ലേ? നിങ്ങൾ ആലോചിക്കും മുസ്ലിം സമുദായത്തിന്റെ ഒരു അവസ്ഥ, നമ്മളൊക്കെ അവസ്ഥ ആലോചിക്കും. ഇത്ര 22ഉം 23ഉം വയസ്സ് വരെ പോറ്റി വളർത്തിയിട്ട് എന്റെ പെൺകുട്ടിക്ക് നല്ലൊരു ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഹതഭാഗ്യന്മാരല്ലേ നമ്മള്. സ്വന്തം മോൾക്ക് അതിന് പറ്റിയ, നമ്മളെ സ്റ്റാറ്റസിനെ പറ്റിയ, നമ്മളെ ദീനിനെ പറ്റിയ, നമ്മളെ കൾച്ചറിനെ പറ്റിയ, നമുക്ക് കുഫുവത്ത ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടെത്തി കൊടുക്കാനുള്ള അവകാശം പോലും നമുക്കില്ലെന്ന്. അല്ല നമ്മളെ ചെക്കനൊരു നല്ലൊരു പെൺകുട്ടിയെ, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങളായിക്കോളാം, ബാപ്പ ഇടങ്ങാറാവണ്ട. ഇവന്റെ എന്താണ്, ഇവന്റെ സേവന ബാപ്പക്ക്, ഇവന്റെ ഔദാര്യം, ബാപ്പ ഇടങ്ങാറാവണ്ട, ഞാൻ സെറ്റാക്കിക്കുന്നു. ഓൾക്ക് ദീനുണ്ടെങ്കിലും പ്രശ്നമില്ല, ഓള് ഓനെ വേറൊരുത്തന്റെ കൂടെ പോയിട്ട് അവന് പിന്നെ എന്താണ് ഒരു വാക്കുണ്ടല്ലോ, പിന്നെ എന്താണ് ഓനെ തേച്ച് വന്ന് രണ്ടാമത് ഇവളെ സൗന്ദര്യത്തിൽ വീട് എല്ലാ തോന്നിവാസങ്ങൾക്കും പോയ ആളാണെന്ന് അറിഞ്ഞിട്ടും ഇവ സെറ്റാക്കിക്കണം. ഇതാണ് അവസ്ഥ. ഇത് പച്ച യാഥാർത്ഥ്യങ്ങളെ സഹോദരന്മാരെ. ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോ എങ്ങനെയായിരിക്കണം, ആളുകൾ ആകർഷിക്കാനല്ല. അതേപോലെ തന്നെ പെണ്ണിന്റെ മുഖമക്കനകൾ അത് തലമറക്കാനുള്ളത് മാത്രമല്ല സഹോദരിമാരെ, നിങ്ങളുടെ മുഖമക്കനകൾ നിങ്ങളുടെ മാറുമറക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽയദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, നിങ്ങളുടെ മുഖമക്കനകൾ മാറിടങ്ങളിലേക്ക് താഴട്ടെ, നിങ്ങളുടെ ഷോൾഡർ മറിയണം, നിങ്ങളുടെ മാറുമറിയണം, അത് മുഴച്ചു നിൽക്കാൻ പാടില്ല. അത് ആണുങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും. ദുർബലമായ ആണുങ്ങൾക്ക് അത് നിങ്ങളെ റാപ്പ് ചെയ്യാനും പ്രയാസപ്പെടുത്താനും കമന്റ് അടിക്കാനും തോണ്ടാനും കുത്താനും നിങ്ങളെ മോശമായ രീതിയിൽ സമീപിക്കാനും കാരണമാകും. നിങ്ങളെ ഫിൽട്ടർ ചെയ്യാനും സംരക്ഷിക്കുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം ഇറക്കുന്നത്. നിങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ്. മുത്തിനോട് എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിപ്പിക്കുള്ളിൽ അല്ലെങ്കിൽ അതിന്റെ കവേറിനുള്ളിൽ നിൽക്കാൻ പറഞ്ഞത്? മുത്തിന് സുരക്ഷിതത്വമാണ്. ഇസ്ലാമിലെ പെണ്ണ് എന്ന് പറഞ്ഞ മുത്താണ്, മുത്തും കണ്ടമാണ്. അത് മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും വാങ്ങുന്ന ആണുങ്ങൾക്ക് ക്വാളിറ്റി വേണം. പെണ്ണുങ്ങളെ ഇടങ്ങാറാക്കുന്നവർ, പെണ്ണുങ്ങളെ അടിക്കുന്നവർ, അവർക്കൊരു വിലയും കൊടുക്കാത്ത, ഇസ്ലാമിൽ ഒരു വിലയില്ല സഹോദരന്മാരെ. അള്ളാഹിന്റെ അടുത്ത് ഒരു വിലയില്ല. എന്റെയും നിങ്ങളുടെയും വില എവിടെയാണെന്ന് നിങ്ങള്? എന്റെയും നിങ്ങളുടെയും വില നമ്മുടെ ഭാര്യക്ക് നമുക്ക് വിലയുണ്ടോ? നമ്മുടെ ഭാര്യ, നമ്മുടെ നാട്ടുകാരടിയിൽ വലിയ വിലയുള്ള ആളേക്കാരം. പള്ളി കമ്മിറ്റിക്കാരനാണ്, മദ്രസന്റെ ആളാണ്, സംഘടനാ പ്രവർത്തകനാണ്, ക്ലബിന്റെ ആളാണ്, നാട്ടുകാർക്ക് വലിയ 1000 കോടിന്റെ വില ഉണ്ട്. ഭാര്യനോട് ചോദിച്ചേക്കണ്, അയൽവാസി പെണ്ണുങ്ങളോടൊക്കെ നിങ്ങളെ ഭർത്താവ് എന്ത് നല്ല ഭർത്താനാണ്, എന്തോ ഒരു നല്ല ചക്കരയും തേനും ഒൽപ്പിച്ച് അയാൾ സംസാരിക്കുള്ളൂ. സ്വന്തം ഭാര്യയോട് കടിച്ചു കീറുന്ന സ്വഭാവം. സ്വന്തം ഭാര്യനോട് ചോദിക്കുക, നിങ്ങളെ ഭർത്താവ് എങ്ങനെ ഉഷാറാണ്? ഓള് മനസ്സിലൊന്നും പോളും, നല്ല ഉഷാർ തന്നെ, എനിക്ക് അള്ളാഹു തന്ന അദാബാണെന്നോട് മനസ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഭാര്യന്റെ വില അറിയാത്ത ആൾക്കാര്. പക്ഷേ നാട്ടുകാർക്ക് 10 കോടിന്റെ വില ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും വില നിശ്ചയിക്കുന്നത് നമ്മുടെ ഭാര്യയുടെ മനസ്സിൽ എത്രയാണോ വില, ആ വിലയാണ്. ആ മാർക്കത്ര അത് അള്ളാഹു നോക്കാം. നിസാഉക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരുടെ നല്ലൽക്ക് പെരുമാറുന്നവരാണ്. ഞാൻ എന്റെ ഭാര്യമാരോട് ഏറ്റവും നല്ലൽക്ക് പെരുമാറാണ്. ഒന്നിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10-11 കല്യാണം കഴിച്ചിട്ടുണ്ട്. റസൂലുള്ള വഫാത്താകാൻ സാഹചര്യത്തിൽ എല്ലാവരും വിളിച്ചു, എല്ലാ ഭാര്യമാരെയും വിളിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു,
നിങ്ങൾക്കാർക്കെങ്കിലും എന്നോട് അനിഷ്ടകരമായ വല്ലതുമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ആരെങ്കിലും മോശം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ എന്റെ ശരീരം, നിങ്ങൾ എന്നോട് ഇപ്പോൾ പകരം ചോദിക്കണം, നാളത്തേക്ക് വെക്കരുത്. പ്രിയപ്പെട്ട ഭാര്യമാരെ കരയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാ ഭാര്യമാർക്കും മിയ അഭിപ്രായം റസൂലുള്ളാഹിനെ കുറിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 40 വയസ്സുള്ള ചരിത്രം പറയുന്നതിനനുസരിച്ചാണെങ്കിൽ 25 വയസ്സിൽ 40 വയസ്സുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞതിന്റെ ശേഷം ഈ 40 വയസ്സുള്ള പെണ്ണ് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കപ്പെട്ട 4, എന്റെ ഓർമ്മ ശരിയാണ്, 4 കുട്ടികളുള്ള ഖദീജ ബി, അല്ലെങ്കിൽ 5 കുട്ടികളുള്ള ഖദീജ ബീനെ കെട്ടുന്നത്. പിന്നെ ഖദീജ ബി മരിച്ചിട്ടാണ്, എന്റെ ഓർമ്മ ശരിയാണ്, 55 വയസ്സൊക്കെയുള്ള സൗദാ ബീവിന് 55 വയസ്സ്. ആ പ്രവാചകനാണ് സ്ത്രീലമ്പടൻ എന്ന് പറയുന്നത്. 10 കെട്ടിയില്ലേ, കെട്ടിക്കോട്ടെ, കെട്ടിയതെല്ലാം ആളുകൾ ഒഴിവാക്കിയതും ഭർത്താക്കന്മാരില്ലാത്തതും. ഇനി എല്ലാരെയും 15 കെട്ടിയെന്ന് വിചാരിക്കുക. അള്ളാന്റെ റസൂൽ ഹക്ക ചെയ്തെന്ന് വിശ്വസിക്കണ ഞാനും നിങ്ങളും അല്ലേ? അൻസാരി വാപ്പാരി കാത്തുക്കാണ് മകൾക്ക് പ്രായപൂർത്തിയായ ഭാര്യ റസൂലിനെ കെട്ടോന്ന് അറിയാൻ. ഹദീസാണ്. അൻസാരി വാപ്പാരി ഉമ്മാരി കാത്തുക്കാണ്, എന്റെ മോളെ റസൂലിനെ കെട്ടുവോ. ചുളിവിൽ അന്വേഷണം നടത്തുകയാണ്. റസൂലിനെ കെട്ടൂല എന്നറിഞ്ഞാൽ വേറെ അന്വേഷണം നടത്തുന്നു. ഒരു പെണ്ണിനെ പോലും റസൂൽ അങ്ങനെ കെട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളെക്കാൾ അവരുടെ വലിയാണ്. റസൂലുള്ളാഹിക്ക് കല്യാണം കഴിക്കാൻ വലിയന്റെ ആവശ്യമില്ല, കാരണം റസൂലുള്ള വലിയാണ്. ഒരു പെണ്ണെന്ന് റസൂല് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. അങ്ങനെ വന്ന് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി കെട്ടിയിട്ടില്ല. ഈ റസൂലുള്ളാഹിനെ കുറിച്ചാണ് ചില പെണ്ണുങ്ങളെങ്കിലും തെറ്റിദ്ധരിക്കുന്നത്. ഈമാൻ ശരിയാവൂല. നമ്മൾ എന്താ പറയുന്നത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ബാക്കിയെന്താ? വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല, അല്ലെങ്കിൽ നബിയ. എന്റെ മുത്തുനബിയെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്റെ മുത്തുനബിയുടെ ജീവിതത്തിന്റെ ഒരു ശകലം പോലും എനിക്ക് പ്രയാസമില്ല. അതാണ് ദീന്. ഇത് രാവിലെയും വൈകുന്നേരം പറയണം, മനസ്സിൽ അർത്ഥം പറഞ്ഞുകൊണ്ട്. ഞാൻ വിഷയത്തേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണുങ്ങളെ, പെണ്ണ് അത്തറ പൂശി പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാൽ ഓള് വ്യഭിചാരിണിയാണ്. അയ്യമംറാത്തൻ തഅത്തറത് ഫമറത് അലാ ഖൗമിൻ ലിയജിദു മിൻ റീഹഹാ ഫയസാനിയ. അവളുടെ ശരീരത്തിന്റെ അത്തറിന്റെ മണവും ശരീരത്തിന്റെ മണയൊക്കെ അടിക്കാൻ വേണ്ടി അത്തറ പൂശി പുറത്തിറങ്ങുന്ന പെണ്ണ് വ്യഭിചാരിണിയാണ്. പെണ്ണ് അത്തറ പൂശാം, അമ്മയുടെ വീട്ടിലെ പൂശാം, ഭർത്താവിനെ ആകർഷിക്കാൻ. നാട്ടിൽ ഇറങ്ങുമ്പോ ദീൻ ഇതാണ് സഹോദരന്മാരെ, സഹോദരികൾ. ഇതൊരു അത്തറ ഭൂഷണ കാര്യമാണെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഇന്നിപ്പോ ഈ ലിപ്സ്റ്റിക് ഇടലും ഈ പുട്ടിയടിക്കലും ഈ കോലം കെട്ടലും റസൂലുള്ളാഹി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ ആണിന്റെ വസ്ത്രം ധരിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ എത്ര സങ്കടകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞു, ആണിന്റെ വസ്ത്രം. ഇന്നിപ്പോ ആങ്ങൾക്കും പെങ്ങൾക്കും ഒരു പാന്റും ഒരു ടീഷർട്ടും. നമ്മളെ അനിയന്മാരും ജ്യേഷ്ഠന്മാരൊക്കെ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാന്റും കുപ്പായൊക്കെ മാറ്റിയിടലുണ്ട്. ഇന്നിപ്പോ ആങ്ങൾക്കും ഒരേ പാന്റാണ്, പെങ്ങൾക്കും ഒരേ പാന്റാണ്, ഒക്കെ ഒരുപോലെയാണ്. ഇതെന്തെന്നറിയോ, നമ്മളെ ഏതെങ്കിലും സ്കൂളിലെ യൂണിഫോം അങ്ങനെ ആക്കി നമ്മൾ വലിയ വിവാദം ഉണ്ടാക്കുക. നമ്മളെ പാരിയിൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ. നമ്മളെ കുട്ടികളും നമ്മളെ പേരക്കുട്ടികളൊക്കെ ഇറങ്ങണ എങ്ങനെയാണ്? ചെറിയ കുട്ടികളെ കാര്യമില്ല ഇപ്പൊ ഈ പറയണത്. പ്രായപൂർത്തിയായ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ജീൻസും ടീഷർട്ട് ഇട്ട് ഇറങ്ങാണ്. ആണിന്റെ വസ്ത്രം പോലെ ഇട്ട് നടക്കുകയാണ്, കുപ്പായിട്ട് പോവുകയാണ്, ഷർട്ട് ഇട്ട് പോവുകയാണ്. എന്താ അതിന്റെ പ്രശ്നം? നിങ്ങൾ കൈയുയർത്തി പ്രാർത്ഥിക്കലുണ്ടല്ലോ, പടച്ചോനെ എനിക്ക് ഹൈറും ബർക്കത്തും കൊണ്ടാ, എന്റെ കുടുംബത്തിലും ഉണ്ടാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൈറും ബർക്കത്തും തരുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതിന് ടോപ്പണ്ട് ഇട്ടേച്ചാണ്. പിന്നെ നിങ്ങൾ ഒരു ഹൈറും ബർക്കത്തും ചോദിച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി പറയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹാതി ബിർരിജാലി മിനൻ നിസായി വൽ മുതശബ്ബിഹീന ബിന്നിസായി മിനർ റിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണിനെയും പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണിനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപം അവർക്ക് കിട്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിയിരിക്കുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ ശാപം കിട്ടുക, അള്ളാഹിന്റെ ശാപം കിട്ടുക, എന്നിട്ട് പടച്ചോനെ എന്റെ കുടുംബത്തിൽ ഹൈറും ബർക്കത്തും കൊണ്ടാ, നല്ലത് കൊണ്ടാന്ന് പ്രാർത്ഥിക്കാം. ഒരു കാര്യമില്ല. ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെ സാധാരണ ഇപ്പൊ ഈ കോളേജ് സമയത്ത് സ്കൂൾ സമയത്തൊക്കെ പോണ ആൾക്കാരായതുകൊണ്ട് എത്രയോ നല്ല ദീനുള്ള കുട്ടികൾ, അവർക്ക് അറിയില്ല ദീന, നല്ല ടീഷർട്ടും പാന്റും അല്ലെങ്കിൽ ഷർട്ടും പാന്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല മഫ്ത, മുടിയൊന്നും കാണുന്നില്ല,
മഫ്തങ്ങട്ട് ഇറക്കിയിട്ടൊക്കെയാണ്. എന്താ നല്ല ദീന കുട്ടിയൊക്കെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഈ നല്ല പെൺകുട്ടികൾ അപ്പൊ ഇങ്ങനെ പാന്റ് ശാപം കിട്ടിയ രീതിയിലാണ്. അപ്പൊ ഓൾക്ക് ദീനുള്ളവരാണ്, പക്ഷെ ഇവർക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല, ഓലെ പഠിപ്പിച്ചിട്ടില്ല. ഇത് ഇസ്ലാമിന്റെ വേഷവിധാനാണെന്ന് ഓല് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരും അങ്ങനെ ആയി. എല്ലാം നോർമലൈസിംഗ് ആണ്, ശൈത്താന്റെ ഒരു പ്രവർത്തനങ്ങൾ. നോർമലൈസ് പ്രശ്നമല്ലല്ലോ. ഇന്നിപ്പോ ഒരാള് പിന്നെ നമ്മുടെ ഒരാളിന്റെ മോൾക്ക് ഒരു പ്രേമബന്ധമുണ്ട്, ഓള് ഓന്റെ ഒപ്പം പോയി എന്ന് ഇന്ന് കേൾക്കുകയാണെങ്കിൽ അത് പാരെ പോകാത്ത. നമ്മളെ ജ്യേഷ്ഠന്റെ മോനെ അനിയന്റെ മോനെ ഒരു കള്ളുകൂടി ഉണ്ടായാലോ, ഒരു സെറ്റിപ്പെട്ടു, മറ്റൊരു പ്രശ്നമുണ്ട്, അത് പാരെ ചെയ്യാത്ത. പണ്ടത് വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ അതൊക്കെ നോർമലൈസ് ആണ്. MDMA ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ കുടുംബത്തിലുണ്ട്, നമ്മളെ വീട്ടിലുണ്ട്. കുറച്ചല്ലേ അപ്പൊ ഉണ്ടാവും, എല്ലാവരും ഇപ്പൊ അങ്ങനെ തന്നെ അല്ലേ. ആരപ്പ രക്ഷപ്പെട്ടോല്? പ്രേമില്ലെങ്കിലും ഓനക്ക് എന്തോ മാനസികം ഉണ്ടോന്ന് ചോദിക്കും. ഓൾക്ക് പ്രേമല്ലേ, 10ാം ക്ലാസ് 11ാം ക്ലാസ് ഓൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്നാ അവളെ കല്യാണം അന്വേഷിക്കണമെന്നൊന്ന് ആലോചിക്കണം. കാരണം അവൾക്ക് പ്രേമില്ലല്ലോ. ആ അവസ്ഥയ്ക്ക് എത്തി കാര്യങ്ങൾ. അപ്പൊ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച കാര്യമാണ്. ചില പെൺകുട്ടികൾ പറയാണ് പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ട്, ഞങ്ങൾക്ക് കംഫർട്ട് ഇതാണ്. മുസ്ലിം പെൺകുട്ടികൾ എന്ത് പാന്റും ടീഷർട്ട് ഇട്ട് നടക്കുക, ഇങ്ങൾക്ക് കംഫർട്ട് അവിടെ അതായിരിക്കും. പക്ഷേ ദീന് പറ്റൂല എന്ന് പറയും. ഞങ്ങൾ ദീനുള്ള ആളാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണത്. അള്ളാനെ പറഞ്ഞു കൊടുക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ആയത്ത് കേട്ടിട്ട് ഒരു മാസം പനിച്ചു കിടന്നു ഖലീഫയായ സമയത്ത്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. പടച്ച റബ്ബിന്റെ ശിക്ഷ കഠിനകരമാണ്, അതിൽ നിന്നും തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ആയത്ത് കേട്ടിട്ട് മഹാനായ ഉമർ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണെന്ന് പറയപ്പെട്ട ഉമർ കരയാണ്. എന്നിട്ട് ഒരു മാസം പനിച്ചു കിടന്നു എന്നാണ് ഖലീഫയായ സമയത്ത്. ഓലെ വിശ്വാസമാണ് സഹോദരന്മാരെ. നമ്മൾ എത്ര ആയത്ത് കേട്ടിട്ടുണ്ട്, എത്ര ആയത്ത് കേട്ടിട്ടുണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കണം. കുടുംബ ബന്ധങ്ങൾക്ക് ഇന്ന് യാതൊരു പ്രശ്നമില്ലാത്ത ഈ പറയപ്പെട്ട ചാനലുകളും അതേപോലെ തന്നെ ഇങ്ങനെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും നമ്മൾ ജോലിക്ക് പോണ ആണും പെണ്ണും കൂടി റീൽസ് മാനിയാണ്. വല്ലാത്തൊരു റീൽസിന്റെ ജ്വരം. എല്ലാവരുടെ ഫോണുണ്ട്, എല്ലായിടത്തും ഹൈടെക് നല്ല ക്ലാരിറ്റിയുള്ള ഫോണും ക്യാമറകളും. ആണും പെണ്ണും കൂടി ഇരുന്ന് ചാടി ഈ റീൽസ് ഇടാണ്. ഇതിന്റെ ഹറാമിന്റെ വശം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഖുതുബക്കൊക്കെ ഒന്നും നമ്മൾ മുജാഹിദുകളായ ആളുകളെ പെണ്ണുങ്ങൾ ഖുതുബക്ക് പോകുന്നത് മതം പഠിക്കാനുള്ള അവസരമാണ്. പോകാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഞാൻ സാധാരണ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചയിൽ 2 ഖുതുബകൾ കേൾക്കണം. ഇന്ന് സംവിധാനം ഉണ്ടല്ലോ. നമ്മൾ എത്രയോ പ്രഭാഷകന്മാരുടെ അത് വെറുതെ അടുക്കളയിൽ നിന്ന് കേട്ടാൽ പോരെ, ശരിക്കും മനസ്സിലാക്കി പഠിക്കണം. ദീന് മതം സീരിയസ് ആയി പഠിക്കണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ആരൊക്കെയാണ് മഹ്റമുകൾ. ഇന്നെന്താ, ജ്യേഷ്ഠന്റെ മോനും അനിയന്റെ മോളും രണ്ടാളും 10ാം ക്ലാസ്സിലാണ്, 2 8ാം ക്ലാസ്സിലാണ്. ഒപ്പം പോകുന്നു, 2 പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, 2 ഒപ്പം പോകുന്നു, 2 ബൈക്ക് സ്കൂട്ടർമ പോകുന്നു സ്കൂളിലേക്ക്, ട്യൂഷൻ സെന്ററിലേക്ക്. നമ്മൾ പറഞ്ഞേക്കാണ്. അതേപോലെ തന്നെ 2 ഒപ്പം പഠിക്കാനിരിക്കുന്നു. ആര്? അന്യ പുരുഷന്മാരാണ്. നമ്മൾ കസിനാണല്ലോ, ആങ്ങളെയാണല്ലോ. എന്താ ആങ്ങളെ സഹോദരന്മാരെ? അതാണോ കല്യാണം കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാ ജ്യേഷ്ഠന്റെ മോനും അനിയന്റെ മോളും അല്ലേ? നമ്മളെ രക്ഷിതാക്കളൊക്കെ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. ഇന്നിപ്പോ ഒപ്പം കെടുക്കുന്നു, ഒപ്പം പഠിക്കുന്നു, ഒപ്പം പോകുന്നു, എന്നൊരു പ്രശ്നമല്ല. കുട്ടിയൊക്കെ അതൊരു വിഷയമല്ല എന്നായി. കുട്ടിയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ് മഹറമുകൾ ആരാണ്? ഇപ്പൊ നമ്മുടെ വാപ്പാന്റെ ജ്യേഷ്ഠൻ അനിയൻ അവരുടെ ഭാര്യമാര് നമുക്കെന്താണ്? നമുക്ക് അന്യ സ്ത്രീകളാണ്. അമ്മോന്റെ ഭാര്യ അന്യ സ്ത്രീയാണ്. നമ്മളെ ഉമ്മാന്റെ അനിയത്തിനെ പോലെ അല്ല അവർ. നമ്മളെ വാപ്പാന്റെ പെങ്ങന്മാരെ അമ്മായികളെ പോലെ അല്ല അവർ. അവർ വേറൊരു വീട്ടിൽ നിന്ന് വന്നവരാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് മഹറം? ഇന്നിപ്പോ അജ്ജിനും ഉംറക്കും മഹറമില്ലാതെ പെണ്ണുങ്ങൾ മാത്രം. അമീർ മഹറമാണ്. അത്ര ചില ആളുകൾക്ക് അമീർ മഹറമാണ്. ഏതോ അമീർ ഇവർക്ക് മഹറമാണ്. മഹറം ഒരു പെണ്ണിനില്ലെങ്കിൽ പെണ്ണിന് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്. മഹറം ഇല്ലെങ്കിൽ പെണ്ണിന് ഉംറയും ഹജ്ജും നിർബന്ധമല്ല. മഹറമില്ലാത്ത യാത്ര കുറ്റകരമാണ്. എത്ര ഗൗരവത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദീന് പഠിപ്പിച്ചുകൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ മറ്റൊരു അപകടകരമായ കാര്യം തരും. ഇതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിവിടുത്തെ ലഹരിയേക്കാളും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രേമവും ഇവിടുത്തെ കുത്തഴിഞ്ഞ ലൈംഗികതയും ലജ്ജയില്ലായ്മ ഇതിന്റെയൊക്കെ മൂലകാരണം, ഇതിനേക്കാളൊക്കെ അപകടം നമ്മുടെ സിനിമാ സംവിധാനങ്ങളാണ്.
ഇത് നമ്മളാരും ഗൗരവത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ഇത്രയധികം ലഹരി ഉൽപ്പന്നങ്ങൾ പഠിപ്പിക്കുന്നതാരാ? ഉപയോഗം പഠിപ്പിക്കും. എങ്ങനെ ലഹരി ഉപയോഗിക്കാം, എങ്ങനെ പെൺകുട്ടിയൊക്കെ കള്ളുടിക്കാം, എങ്ങനെ MDMA ഉപയോഗിക്കാം, എങ്ങനെ മൂക്കിലൂടെ വലിച്ചു കയറ്റാം, എങ്ങനെ സിറിഞ്ച് ഉപയോഗിക്കാം, എങ്ങനെ ആരും കാണാതെ ഒരാളെ കൊല്ലാം, തെളിവ് നശിപ്പിക്കാം, ബാങ്ക് കവർച്ച നടത്താം, ഉടപ്പുറപ്പുകളെ കൊല്ലാം, എങ്ങനെ സ്കൂളുകളുടെ സമീപത്ത് പോയിട്ട് ലഹരി വിൽപ്പന നടത്താം, എന്തൊക്കെ കുട്ടിയോട് പറയാം, എന്തൊക്കെ കോഡുകൾ പ്രയോഗിക്കാം, ഇതെല്ലാം സിനിമകളല്ലേ പഠിപ്പിക്കുന്നത്. എങ്ങനെ പ്രേമം, എങ്ങനെ ബെസ്റ്റി, എങ്ങനെ മാതാപിതാക്കളെ ചതിക്കാം, എങ്ങനെ മാതാപിതാക്കളെ മൂലക്കാക്കാം, ഇവിടത്തെ എല്ലാ ആവാസങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും ഇതെല്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രമാണ് സിനിമകൾ, അല്ലേ? ഉണ്ടെങ്കിൽ നിഷേധിക്കുങ്ങള്. പക്ഷേ ഇത് നമ്മൾ പിന്നെ ലാഘവത്തോട് കാണാം. ഇപ്പൊ ഒരു പുതിയ സിനിമ അറിയുന്ന കേട്ടത് ഞാൻ FB-യിൽ ഇങ്ങനെ കണ്ടതാ ഒരു മാസം മുമ്പ്. എന്താ അതിന്റെ കഥ? എന്താണത്രേ? കഥ ഇൻസെസ്റ്റ് ആണ്. ഒരാങ്ങളെയും ഒരു പെങ്ങളും അവര് രണ്ടുപേരും കാമുകന്മാരെ പോലെ ജീവിക്കാം. ലൈംഗിക വികാരം തോന്നുമ്പോ പെങ്ങളെ സമീപിക്കാം. ഇത് നമ്മളെ മക്കൾ കാണാണ്. ഇന്ന് ആണും ഒപ്പം ജീവിക്കണം. എന്നിട്ട് ഓല് യൂട്യൂബ് ചാനൽ നടത്താണ്. എന്നിട്ട് അത് കാണുകയാണ്. നമ്മള് കണ്ടിട്ട് ഓൽക്ക് പൈസ ഉണ്ടാക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ ശിക്ഷ കൊണ്ട് പരീക്ഷിച്ച, മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന ആണും ലൈംഗികത, പെണ്ണും ലൈംഗികത, പ്രകൃതി വിരുദ്ധത, വ്യഭിചാരികളായിക്കൊണ്ട് ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തെ നശിപ്പിച്ചിട്ടില്ല. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ? വ്യഭിചാരം മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. ആണ് പെണ്ണിനെ ആകർഷിക്കും, പെണ്ണ് ആണിനെ ആകർഷിക്കും. പക്ഷെ ആണിനെ ആകർഷിക്കുക എന്നുള്ളത് പ്രകൃതിയല്ല, പ്രകൃതി വിരുദ്ധതയാണ്. എന്റെ ബോഡി എന്റെ ചോയ്സ് അല്ലേ, ഞാൻ എന്റെ വികാരം, എനിക്കതാ ഇഷ്ടം. ചിലർക്ക് ചെറിയ മക്കളെ ഇഷ്ടം, ചിലർക്ക് മൃഗരതിയാണ് ഇഷ്ടം, ചിലർക്ക് ശവരതിയാണ് ഇഷ്ടം. ഇതിങ്ങനെയാണ് പോവുകയാണ്. കുടുംബ സംവിധാനങ്ങളൊക്കെ തകർന്നു. എന്നിട്ട് ആങ്ങളെയും പെങ്ങളും ഇങ്ങനെ ജീവിക്കുന്നത് സിനിമയാണ് അത്ര. ഇത് നമ്മളെ മക്കൾ കാണാൻ, നമ്മൾ ഈ ലോകത്തൊന്നല്ല. എന്നിട്ട് ഓല് തീരുമാനിക്കാണ്. ഇന്ന് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ വലിയ സ്റ്റാറുകളാരാ? വൃത്തികെട്ട ആഭാസത്തിന്റെ അങ്ങേയറ്റം ഓലാണ് വലിയ സ്റ്റാർ. ആണും ജീവിക്കാം, ഭാര്യ ഭർത്താക്കം, ഓലാണ് സ്റ്റാർ. പെണ്ണും ജീവിക്കാം. അത് മാപ്പിള കുട്ടികളും കൂടി ആയ പറയും വേണ്ട. ചോറും വരെ പിന്നെ വലിയൊരുനാളും പിന്നെ വെള്ളിയാഴ്ചയുടെ ഒപ്പം വന്ന മാതിരിയാണ് ലിബറലുകൾക്ക്. അത് മുസ്ലിം കുട്ടികളും കൂടി ആയാൽ അവരെങ്ങനെ പൊന്തിച്ചു കൊണ്ടിരുന്നിട്ട്. കാരണം എന്താ? ഇസ്ലാം തകരണം. ഞാൻ ഇന്നലെ നമ്മളൊരു സുഹൃത്തിന്റെ പ്രസംഗം ഇങ്ങനെ ഒരു സംസാരം നടത്തിയപ്പോൾ കേട്ടു. എന്ത്? നമ്മുടെ ഭാര്യ ഗർഭിണിയായി 10-ാം മാസം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രസവ വാർഡിലോ നിൽക്കുന്ന സമയത്ത് നമ്മൾ കാത്തുക്കാണ് നമ്മളെ കൺമണിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നമ്മളെ കുട്ടിയെ ആരാ കാത്തുക്കണം? ആ മുഖം കാണാൻ, ആ കുട്ടിയെ ഒന്ന് താലോലിക്കാൻ ആരാ കാത്തിക്കണത്? ആരാ ഓൽക്കും വേണ്ടി കാത്തിക്കണ? കണ്ണിലുണ്ണയിച്ച്. അപ്പൊ ചിലർ പറഞ്ഞു വാപ്പ, ചിലർ പറഞ്ഞു ഉമ്മ, ചിലർ പറഞ്ഞു കൂട്ടുകാരന്മാര്, കുടുംബക്കാര്, ചിലർ പറഞ്ഞു ഏട്ടന്മാര്, അനിയന്മാര്, താത്തന്മാർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പര് പറഞ്ഞു അല്ല, ലിബറലുകളാണ് കാത്തിക്കണത്. മുസ്ലിം കുട്ടികളെ കണ്ണിലെണ്ണയിച്ച് കാത്തിരിക്കുന്നത് ആരാണ്? ലിബറലുകളാണ്. അവര് കാത്തിക്കണം. കാരണം ഇസ്ലാം തകരണം, കുടുംബജീവിതം തകരണം. അതിനെന്താണ്? അതിന് പെണ്ണുങ്ങളെ രംഗത്തിറക്കണം. സ്വന്തം സമൂഹത്തിൽ നിന്ന് കോടാളികൾ ഉണ്ടാക്കണം. എന്നിട്ട് പെണ്ണും ജീവിച്ച് കാണിച്ചു തരാണ്. ഓലി സ്റ്റാറുകളാണ് അല്ലേ? ഇതാണ് അവസ്ഥ. ഇത്ര വലിയ ആഭാസങ്ങൾ, ഈ ആഭാസങ്ങൾ, ഇതാണ് വലിയ ട്രെൻഡ്. ഈ ട്രെൻഡിനനുസരിച്ച് നമ്മുടെ മക്കൾ ഇത് വലിയ സംഭവമാണ്. എന്നിട്ട് അതിന്റെ കമന്റുകൾ ഓൽക്ക് അങ്ങനെ താല്പര്യമാണ് ജീവിച്ചോട്ടെ. മുസ്ലിങ്ങളുടെ കമന്റുകളാണ്, കുഫറിന്റെ കമന്റാണത്. അങ്ങനെ ഉണ്ടോ? ഇത് കുഫറിന്റെ കമന്റാണ് സഹോദരന്മാര്. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ മക്കളുടെ ദീന്, ഭാര്യ, ഭർത്താവ്, അവർക്ക് നമ്മൾ മതം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. പഠിക്കേണ്ടത്. മക്കൾക്ക് മദ്രസ കഴിഞ്ഞാൽ പിന്നെ എവിടെ മതം കിട്ടുന്നത്? നമ്മുടെ ഭാര്യമാർക്ക് എവിടെ മതം കിട്ടുന്നത്? ഭർത്താക്കന്മാർക്ക് എവിടെ മതം കിട്ടുന്നത്? മതമല്ലാതെ ഒരു പരിഹാരമില്ല സഹോദരന്മാരെ. പ്രശ്നങ്ങൾ പറയാൻ എല്ലാവർക്കും കഴിയും. നമ്മുടെ കുടുംബ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും നമ്മുടെ വിശ്വാസ ആചാര രംഗത്ത് മതം ഇടപെടുന്നുണ്ടോ
അവിടെ ഓർക്ക് വിജയമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ പിന്നെ മദ്രസ കഴിഞ്ഞാൽ, മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് CRE ക്ലാസ് ഇവിടെ നടക്കണം, ഇല്ലെങ്കിൽ നടത്തണം. അല്ലെങ്കിൽ ഇവിടെ അതിൽ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കണം. QHLS ക്ലാസ്സുകളുടെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഖുർആൻ ഓതുന്നു, ഉസ്താദ് ഓതിക്കൊടുക്കുന്നു, തജ്വീദ് അനുസരിച്ച് ഓതുന്നു, എല്ലാവരും ഏറ്റുചൊല്ലുന്നു, അർത്ഥം പറയുന്നു. വിശുദ്ധ ഖുർആൻ ഒരാഴ്ചയിൽ 2 ആയത്തെങ്കിലും പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ മക്കളും നമ്മളും പങ്കെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഭൗതികതയുടെ പിന്നാലെ അല്ലേ? അപ്പോഴും പറയും, ഒരു ദിവസം QHLS പോയ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. എന്താ ഈ പഠിക്കണത്? ഈ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പോലീസും പട്ടണം കാത്തിക്കണം. ആ പഠനമാണ് ഇപ്പൊ ഈ പഠനം. ഒരു ദിവസം 1 മണിക്കൂർ അള്ളാന്റെ കലാമിലേക്ക് വരൂ, നിങ്ങളൊന്ന് വരി. QHLS പലതോ നിന്ന് ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് നമ്മളവിടെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്? ഞാൻ കുറ്റപ്പെടുത്തല്ല, ഒരു ആത്മവിമർശനം നമ്മൾ തന്നെ നടത്തണം, ആരെയും കുറ്റപ്പെടുത്തല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ, നമുക്ക് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകണം. ദീനിലാണ് ഇസ്സത്തുള്ളത്. ദീനിനെ 2ാം നമ്പറായി കാണണ്ട. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്തുള്ളത്, പ്രതാപമുള്ളത് അള്ളാഹ്ക്കും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ്, ദീന് കൊണ്ടു നടക്കുന്നവർക്കുമാണ്. ഈ ലിബറലുകളായ ആളുകൾക്ക്, മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് അല്ല ഇസ്സത്തുള്ളത്. മതം കൊണ്ടു നടക്കുന്നു. എന്തേ നീ മുഖം മറച്ചു നടക്കുന്നു പെണ്ണെ? എന്തേ നീ തല മറച്ചു നടക്കുന്നു? ഞാനൊരു മുഅ്മിനത്താണ്. എന്തേ നീ ആളുകളെ ആകർഷിക്കാതെ നടക്കുന്നു? കർണാടകയിൽ ശിരോവസ്ത്ര പ്രശ്നം വന്നപ്പോ ഒരു പെണ്ണ് ക്യാമ്പസിൽ കണ്ട് നടക്കണമെങ്കിൽ പർദ്ദ അയക്കണം. പർദ്ദ അയച്ചു പോയപ്പോ ക്യാമറ കണ്ണുകളിൽ കുടുങ്ങി. അപ്പൊ കേരളത്തിലുള്ള ഒരു മന്ത്രിയുടെ പ്രതികരണം ഉണ്ട്, എന്ത് ഭംഗിയുള്ള ശരീരമാണ്, ഇതൊക്കെ മറച്ചടക്കല്ലേ? എടോ, അനക്ക് കാണാനുള്ളതല്ലത്, അത് കാണാൻ അവിടെ വേറെ ആളുണ്ട്. അപ്പൊ ഇത് കാണണം. പെണ്ണിന്റെ വസ്ത്രം ഡിസൈൻ ചെയ്യുന്ന ആണുങ്ങളാ. കാരണം ആണുങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണത്. പെണ്ണിനെ ഏറ്റവും കൂടുതൽ ചരക്കാക്കണ ഇസ്ലാമല്ല. ഇസ്ലാം പെണ്ണിനെ എല്ലാവിധ സുരക്ഷിതത്വം കൊടുത്തു. പെണ്ണിനെ വിൽപ്പന ചരക്കാക്കിയത് ഇവിടുത്തെ ലിബറലുകളാണ്, ഇവിടുത്തെ യുക്തിവാദികളാണ്. അല്ലേ? എല്ലാ പരസ്യത്തിലും പെണ്ണാണ്. എലിവിഷത്തിന്റെ പരസ്യത്തിൽ പോലും പെണ്ണുണ്ടാവും. സേവിങ് സെക്സിന്റെ പരസ്യത്തിൽ പെണ്ണുണ്ടാവും. അല്ലേ? എന്താ ബന്ധം? പെണ്ണും അതും ഒരു ബന്ധുമില്ല. വിൽപ്പന ചരക്കാണ് പെണ്ണ്. ഇസ്ലാമിന്റെ പെണ്ണ് വിൽപ്പന ചരക്കല്ല. ആളുകളുടെ മുമ്പിൽ അയിഞ്ഞാടുന്നവളല്ല, ആഭാസിയല്ല അവൾ മുഅ്മിനത്താണ്. അവൾക്ക് വിലയുണ്ട്. ഒരു കുടുംബത്തിലെ രാജ്ഞിയാണ്. അതേപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ് പെണ്ണ്. അതാണ് ഇസ്ലാമിലെ പെണ്ണ്. അവൾക്ക് ഇസ്സത്തുണ്ട്, അവൾക്ക് അഭിമാനമുണ്ട്. അവളുടെ ശരീരം മറ്റുള്ളവർക്ക് കാണാനും കൊത്തിവലിക്കാനും റാഞ്ചാനും ഉള്ളതല്ല. എന്റെ രസങ്ങളും എന്റെ കിഞ്ചന വർത്തമാനങ്ങളും നാട്ടുകാർക്കുള്ളതല്ല, ബസ് സ്റ്റോപ്പിൽ കാണിക്കാനുള്ളതല്ല, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കാണാനുള്ളതല്ല. ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. എന്റെ സംസ്കാരം, എന്റെ സംസാരം, എന്റെ പെരുമാറ്റം, എന്റെ ബിസിനസ്സുകൾ, എന്റെ കൊള്ളക്കൊടുക്കുകൾ, അതേപോലെ തന്നെ എന്റെ കച്ചവടം എല്ലാം നിങ്ങൾ പരിശോധിച്ചോളൂ. ഒരു ഈമാനുള്ള മുഅ്മിനിന്റെ അതിൽ ഒരു തരത്തിലുള്ള നീക്കുപോക്കിന് ഞാൻ തയ്യാറല്ല എന്ന് ഒരു ആണിന് ഒരു പെണ്ണിന് എപ്പോൾ പറയാൻ സാധിക്കുമോ? അതാണ് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അവിടെയാണ് കിടക്കുന്നത്. അല്ല, ദീനിനെ കളഞ്ഞൊഴിച്ചിട്ടല്ല ഇസ്സത്തുള്ളത്. ദീന് 2ാം നമ്പറായി കാണണ്ട. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് സന്തോഷത്തോടു കൂടി കാണണം. ഒരു കവി പറഞ്ഞല്ലോ, വലദതുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ. ഓ ആദമിന്റെ മകനെ, ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് അതേ നിന്റെ കൂടെയുള്ള ആളുകൾ വലദതുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ. നിന്റെ ഉമ്മയുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും നീ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് നീ വരുന്നത്. പക്ഷേ നീ കരയുന്നു, വാവിട്ട് കരയുന്നുണ്ട്. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. പക്ഷേ നിന്റെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ, നിന്റെ മാതാവ് അല്ലെങ്കിൽ നിന്റെ പിതാവ്, നിന്റെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ ഒരു കൺമണിയെ കിട്ടിയ സന്തോഷത്തിൽ, സ്വന്തം ഒരു കുടുംബത്തിലേക്ക് ഒരു മെമ്പർ ഉണ്ടായ സന്തോഷത്തിൽ, സുഖപ്രസവം നടന്നതിന്റെ പേരിൽ അവരിങ്ങനെ ചിരിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അങ്ങനെ ഒരു സമയം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നീ കരയുകയാണ്, പക്ഷേ കുടുംബക്കാര് ചിരിക്കുകയാണ്. ഇനി എന്താണ്? അതുകൊണ്ട് ആദമിന്റെ മകനെ നീ പണിയെടുത്തോ.
ഏത് ദിവസത്തിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്? നീ ഈ ദുനിയാവിലേക്ക് വന്ന സമയത്ത് നീ കരഞ്ഞോ? ആളുകളൊക്കെ ചിരിച്ചു. ഇനി ദുനിയാവിൽ നിന്നും പോകുന്ന സമയത്ത് ആളുകളെല്ലാവരും കരയുകയാണ്. ഭാര്യ കരയുന്നു, ഭർത്താവ് കരയുന്നു, അതേ മാതാപിതാക്കൾ കരയുന്നു, കുടുംബക്കാർ കരയുന്നു. എല്ലാവരും വല്ലാത്ത ദുഃഖത്തിലാണ്, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. ഇനി എന്നെ ഞങ്ങനെ നോക്കാൻ ആരുണ്ട്? അതേപോലെ തന്നെ കുടുംബം നോക്കാൻ ആരുണ്ട്? എന്റെ ഭാര്യയാണല്ലോ പോയത്, എന്റെ മക്കളുടെ കാര്യം എങ്ങനെയാണ്? എന്റെ ഭർത്താവാണല്ലോ മരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാവരും ദുഃഖത്തോടു കൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കരയുന്ന സമയത്ത് അവരൊക്കെ കരയുമ്പോഴും സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ആ മയ്യത്തും കെട്ടിലേക്ക് കയറിക്കിടന്ന് അത് കുളിപ്പിക്കാൻ ഇരുന്നു കൊടുത്തുകൊണ്ട് എന്നിട്ട് നിന്റെ കബറ് സ്വർഗമാകുന്ന നിന്റെ കബറിലേക്ക് ചിരിച്ചുകൊണ്ട് ആനന്ദത്തോടു കൂടി പോകുന്നൊരവസ്ഥക്ക് വേണ്ടി നീ പണിയെടുത്തോ. നീ വരുന്ന സമയത്ത് നീ കരഞ്ഞു, അവര് ചിരിച്ചു. നീ പോകുന്ന സമയത്ത് അവര് കരയും, അപ്പൊ നീയും കരയരുത്. എന്റെ സഹോദരി, അപ്പ കരയരുത്. നമ്മൾ ചിരിക്കണം, നമ്മൾ ചിരിക്കണം. പോയിട്ട് കാത്തു നിൽക്കണം സ്വർഗത്തിൽ തന്റെ ഭർത്താക്കന്മാരെ, തന്റെ ഭർത്താവിനെ. അതേപോലെ തന്നെ തന്റെ മക്കളെ കാത്തിരിക്കണം. നമ്മൾ ഖബറിൽ സ്വർഗത്തിൽ നമ്മൾ കാത്തിരിക്കണം. സന്തോഷത്തോടു കൂടി പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ സഹോദരന്മാരെ, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നമ ലാ യുഖ്ലാ അലൈഹിം ഫയമൂതൂ. അതേ കാഫിറുകളായ ആളുകൾ നരകത്തിൽ ഇങ്ങനെ തിളക്കുകയാണ്. അവരാഗ്രഹിക്കുന്നു മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. മരിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ലാ യുഖ്ലാ, മരിക്കുന്ന പ്രശ്നമില്ല. ഫയമൂതു, അങ്ങനെയാണെങ്കിൽ മരിച്ച് രക്ഷപ്പെടാമായിരുന്നല്ലോ. എന്നാലോ മരണമില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല. കദാലിക നജ്സി കുല്ല കഫൂർ. അല്ലാഹുവിന്റെ പ്രമാണങ്ങളെ നിഷേധിച്ച് നടന്ന ലിബറലുകളായ, മുനാഫിക്കുകളായ, കാഫിറുകളായ, ദീനിന്റെ പ്രമാണങ്ങളെ രണ്ടാം നമ്പറാക്കിയ ആളുകൾ, നിഷേധികളായ ആളുകൾക്ക് അവിടെ മരണവുമില്ല. അതേപോലെ തന്നെ ഖബറിൽ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല. വഹും യസ്തരിഖൂന ഫീഹാ, അതിൽ അവർ അലമുറയിട്ട് ഇങ്ങനെ കരയുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ നഅമൽ സാലിഹാ, ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് ഒന്നും കൂടി വീണ്ടാമത് ഭൂമിയിലേക്ക് ഒന്ന് പറഞ്ഞയക്കണേ. ഞങ്ങൾ നഅമൽ സാലിഹാ, ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളാം, ഡ്രസ് കോഡ് ശരിയാക്കിക്കൊള്ളാം, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിച്ചു കൊള്ളാം, നമസ്കരിച്ചു കൊള്ളാം, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ നടത്തിക്കൊള്ളാം. ദിക്റുകളും ദുആകളും വിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധവുമില്ല, പഠിക്കാൻ സമയമില്ല, ഭൗതികതയുടെ പിന്നാലെ പെടാപാടുപെട്ട് ഓടുകയാണ്. എന്നിട്ട് വല്ലതും കിട്ടുന്നുമില്ല. ആ നിലക്ക് പോയൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വനഅമൽ സാലിഹാ, സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഗൈറല്ലദീ കുന്നാ നഅമല്, ഞങ്ങൾ ചെയ്യാതിരുന്ന സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ച് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. എടോ മനുഷ്യ, എടോ പെണ്ണേ, നിങ്ങൾക്ക് ആലോചിക്കാൻ മാത്രം സമയം തന്നില്ലേ? ആയുസ് കിട്ടിയില്ലേ? 30, 40, 50, 60, 70 വയസ്സ് ആലോചിക്കാനുള്ള സമയമുണ്ടായില്ലേ? വജാഅകുമുൻ നദീർ, താക്കീതുകാർ വന്നില്ലേ? പ്രവാചകന്മാർ വന്നില്ലേ? വാളിന്റെ സീഡികൾ കേട്ടില്ലേ? അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ചില്ലേ? മൗലവിമാരുടെ പ്രസംഗം കേട്ടില്ലേ? ഉസ്താദുമാരുടെ പ്രസംഗം കേട്ടല്ലോ. ഖുർആനിന്റെ പരിഭാഷകൾ ഉണ്ടായിരുന്നല്ലോ. ദീന് കിട്ടാനുള്ള യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ ഖുർആനിന്റെ തഫ്സീർ ഉണ്ടായിരുന്നല്ലോ. വജാഅകുമുൻ നദീർ, താക്കീതുകാർ വന്നിരുന്നല്ലോ. അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ ആസ്വദിക്കുക. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട എന്ന് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കളവ് പറയാത്ത പ്രവാചകനിലൂടെ നമുക്ക് ഓതിത്തരികയാണ്. ഇത് നടക്കാനുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് സന്തോഷത്തോടു കൂടി റബ്ബിനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ കഴിച്ചു കൂട്ടാൻ, കുടുംബസമേതം കഴിച്ചു കൂട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും നടത്തേണ്ട സഹോദരന്മാരെ, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ദീന് പഠിച്ചതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. വന്നിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ പിന്നെ അള്ളാഹുവിനോട് ചോദിക്കുക. മക്കളെ നല്ല നിലക്ക് വളർത്താൻ, അതിന് ദിശാബോധം കൊടുക്കാൻ നമ്മൾ പണിയെടുക്കുക. അതിനാണ് ഈ പറഞ്ഞപ്പെട്ട മദ്രസകളും. അതിന് നന്നായിട്ട് മതം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഭൗതികം കുട്ടികൾ പഠിക്കട്ടെ, അതിനുള്ള ദിശാബോധം നമ്മൾ കൊടുക്കാനാണ് സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നടത്തുന്നത്. നമ്മുടെ പ്രവർത്തകന്മാർ സമ്മേളനത്തിന് വേണ്ടി സമ്മേളനം നടത്താറില്ല. അതേപോലെ തന്നെ ഒരു പരിപാടി നടത്തണം പേരിന്, എന്നാൽ നമ്മളിന്നും കിടക്കേണ്ട ഒരു പരിപാടി, അങ്ങനെയില്ല. കുറെ സംഘടനകളുണ്ടല്ലോ, നമുക്കും കിടക്കേണ്ട ഒരു സംഘടന. അങ്ങനെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അങ്ങനെ സംഘടനാ സംവിധാനമില്ല. ദീന് ജനങ്ങൾക്ക് പഠിപ്പിക്കും. അത് പച്ചയായിട്ടെങ്കിൽ പച്ചയായി പറഞ്ഞു കൊടുക്കണം. തൗഹീദും പറയും, റിസാലത്തും പറയും, ആഖിറത്തും പറയും. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാളെ പടച്ചോൻ ചോദിക്കും, പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു, പടച്ചോനെ ഞങ്ങൾ പറഞ്ഞെടുത്തിരുന്നു എന്ന് പറയാൻ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും വിജയം വരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, ആക്സിഡന്റുകളിൽ നിന്നും, മതം പൊളിക്കുന്ന കാര്യങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് വിലയുള്ള, മാതാപിതാക്കളെ അനുസരിക്കുന്ന, മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പോലെ പോറ്റുന്ന ആ നിലക്ക് മനസ്സുള്ള മക്കളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഹലോകത്തിന്റെ പഠനവും പരലോകത്തിന്റെ പഠനവും നന്നായി പഠിക്കുന്ന നല്ല കൺമണികളെ, മാണിക്ക കല്ലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാൽ ഫിർദൗസ് യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.